മോർണിംഗ്. നമുക്ക് ഈ രണ്ടാം വർഷ പ്ലസ് ടുവിന്റെ അവസാന ചാപ്റ്റർ പഠിക്കാം. ലാസ്റ്റ് ചാപ്റ്റർ 16, എൻവയോൺമെന്റൽ ഇഷ്യൂസ്. എന്താ പറയാ, പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. പരിസ്ഥിതി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റി കാണപ്പെടുന്നുണ്ട് അല്ലേ? അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നത്. വാട്ട് ആർ ദ ഇഷ്യൂസ് എൻവയോൺമെന്റലി സറൗണ്ടിങ് അസ്, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾ. നിങ്ങൾ എന്ത് പ്രശ്നം കാണുന്നത് നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും അല്ലെ? ജലമലിനീകരണം, വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓസോൺ പാളികളുടെ നാശം, അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് കൂടുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പഠനമാണ്. ഓക്കെ, അപ്പോ ഒരു കാരണം ചോദിച്ചാൽ എന്താണ് കാരണം, എന്തുകൊണ്ട് വായു മലിനീകരണം ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് ഇപ്പോൾ ഇത് വലിയ ഇഷ്യൂ ആയി, പണ്ടൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ പുസ്തകത്തിൽ ഈ ചാപ്റ്റർ പഠിക്കുന്ന ഏത് കാര്യത്തിന്റെ ഏത് പ്രശ്നത്തിന്റെ കാരണം ചോദിച്ചാലും നിങ്ങൾക്ക് കാണേണ്ട ഒരു കാരണം എഴുതാം. എന്താണ്? ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ. അത് പ്രധാന കാരണം. ഏത് പ്രശ്നത്തിന് കാരണമാണ്. വായു മലിനീകരണം കാണുന്നത് ജനസംഖ്യ വർദ്ധനം, ജലമലിനീകരണം അത് തന്നെ, ശബ്ദമലിനീകരണം അത് തന്നെ. ഏത് മലിനീകരണത്തിന്റെ കാരണവും ജനസംഖ്യയാണ് അല്ലെ? മനുഷ്യരില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പ്രകൃതിക്ക് അതിൻ്റെതായ സന്തുലാവസ്ഥയുണ്ട്, അതങ്ങനെ കൊണ്ടുപോകും. ഒരു വനം മനുഷ്യൻ കടന്നില്ലാത്ത ഒരു ദ്വീപുകൾ ചെല്ലും, അവിടെ പ്രധാനമായ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷേ മനുഷ്യൻ ഉണ്ടാക്കിയ പ്രശ്നം ഇപ്പോൾ അവിടെയും കാണും. ഓസോൺ പാളികളുടെ നാശം അവിടെ ബാധിക്കുന്നുണ്ട്, അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കൂടുന്ന ആഗോളതാപനത്തിന്റെ പ്രശ്നം അവിടെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ഇടപെടലില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പോകുമായ ഒരു അവസ്ഥയിൽ മനുഷ്യൻ ഉണ്ടായതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മളുടെ ചർച്ച ചെയ്യുന്നത്. പോപ്പുലേഷൻ ഇൻക്രീസ്. ഈ ചാപ്റ്റർ അത് പലതായിട്ടൊന്നും എഴുതാനൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കേൾക്കുക, പോയിന്റുകൾ കുറിച്ച്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു, ജനസംഖ്യ വർദ്ധിക്കും. ഓക്കെ, അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇറ്റ് ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് ഫുഡ്, സംശയമൊന്നുമില്ലല്ലോ. ഡിമാൻഡ് ഓഫ് വാട്ടർ, മേക്കിംഗ് ഹോംസ്, ഇലക്ട്രിസിറ്റി, റോഡ്, ഓട്ടോമൊബൈൽ എല്ലാം ഇൻക്രീസ് ചെയ്തു. ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഭക്ഷണത്തിന്റെ ഡിമാൻഡ് കൂടി, വെള്ളത്തിന്റെ ഡിമാൻഡ് കൂടി, വീടുകളുടെ ഡിമാൻഡ് കൂടി, ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കൂടി, റോഡുകളുടെ ഡിമാൻഡ് കൂടി. ഇതെല്ലാം ഉണ്ടാക്കണം. ഇലക്ട്രിസിറ്റി കൂടുതൽ ഉണ്ടാക്കാൻ ഡാമുകൾ പണിയണം. വീടുണ്ടാക്കണമെങ്കിൽ സിമെന്റും പാറയും എല്ലാം വേണ്ടി വരും. അപ്പം അത് പരിസ്ഥിതി എടുക്കും. റോഡ് ഉണ്ടാക്കണമെങ്കിൽ മരങ്ങൾ നശിപ്പിക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടായിരുന്നു. പാർക്കുകളുണ്ടാക്കാൻ വയലുകൾ നിർത്തേണ്ടി വരും. എല്ലാം ഇഷ്യൂസാണ്. അപ്പോൾ ഇതെല്ലാം പ്രധാന കാരണം ജനസംഖ്യ വർദ്ധനമെന്ന് പറഞ്ഞല്ലോ. ദെൻ ഇൻക്രീസിംഗ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇതെന്തിന് കാരണമായി? പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ കാരണമായി. കുന്നുകഴിച്ച് നിരപ്പാക്കുന്നു, വീട് വെക്കാൻ. പാറ പൊട്ടിക്കുന്നു, വീട് വെക്കാൻ. സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പാറ പൊട്ടിച്ച് പൊടിച്ചിടുന്നു. സ്ഥലമില്ലാത്തതാണ് വയലുകൾ നിർത്തും, ജലാശയങ്ങൾ നിർത്തും. എല്ലാം മനുഷ്യന്റെ ജനസംഖ്യയുടെ വർദ്ധനമാണ്. ആൻഡ് ഇൻക്രീസിംഗ് പൊല്യൂഷൻ, അതിന്റെ ഒരു സൈഡ് എഫക്റ്റാണ് മലിനീകരണം. ജനസംഖ്യ കൂടി കഴിഞ്ഞാൽ ജലം മലിനപ്പെടും. ഒരു നദിയുടെ കരയിൽ ഒരാളെ താമസമുള്ളതിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു നദിയുടെ കരയിൽ പട്ടണമാണെങ്കിലും നദി മലിനപ്പെടും. കാരണം വേസ്റ്റ് മുഴുവൻ അങ്ങോട്ടാണ് ഒഴുകുക അല്ലെ? ഇപ്പോഴും താഴ്ന്ന പ്രദേശത്താണ് നദി ഒഴുകുക. ആൾക്കാർ താമസം മുകളിലാണ്, വേസ്റ്റ് താഴോട്ട് ഒഴുകുക ചെയ്യും. മണ്ണിൽ കൂടെ ആണെങ്കിൽ കുഴഞ്ഞു വിടാം. സോ വാട്ട് ഈസ് പൊല്യൂഷൻ? അപ്പം അടുത്ത ചോദ്യം, വാട്ട് ഈസ് പൊല്യൂഷൻ? പൊല്യൂഷൻ, മലിനീകരണം. ഇപ്പൊ നിങ്ങൾ പറയാം, മനുഷ്യന് വെള്ളം കുടിക്കണം. വെള്ളം മലിനപ്പെടുമല്ലോ, മലിനപ്പെടും. കുളിക്കണം. അപ്പോൾ വെള്ളം മലിനപ്പെടുത്തില്ല, മലിനപ്പെടും. പക്ഷേ അതൊരു കൺട്രോൾ ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ കുളിക്കണം എന്തായാലും ഒരു ബക്കറ്റ് വെള്ളം സോപ്പായിട്ട് കിണറ്റിലോട്ടല്ലല്ലോ ചാടുന്നത്. ആവശ്യമുള്ള എടുത്തുകൊണ്ട് കുളിക്കാൻ, ബാക്കി വെള്ളം സൂക്ഷിക്കുകയും ചെയ്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് പൊല്യൂഷൻ ആവത്തില്ലെന്നാണ് അതിന്റെ ലോജിക്. കൺട്രോൾ പൊല്യൂഷൻ ഇസ് അൺഡിസൈറബിൾ ചേഞ്ച്. അൺഡിസൈറബിൾ എന്ന് വെച്ചാൽ അഭിലഷണീയമല്ലാത്തത്. അഭിലഷണീയമായ ചേഞ്ചുകളുണ്ട്. നിങ്ങൾ കുളിക്കാൻ വെള്ളം ഉപയോഗിച്ച് വെക്കും, വസ്ത്രം വെള്ളം ഉപയോഗിച്ച് വെക്കും, അല്ലെങ്കിൽ ഭക്ഷണം പാഞ്ഞ വെള്ളം ഉപയോഗിച്ച് വെക്കും. പക്ഷെ കുളിക്കണമെന്ന് പറഞ്ഞാൽ സോപ്പും വെള്ളവും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബക്കറ്റ് എടുത്തുകൊണ്ട് കിടന്ന് ചാടി കുളിക്കുമ്പോൾ അത് അൺഡിസൈറബിൾ ആയി. അതേസമയം ആവശ്യമുള്ള വെള്ളം കോരി മാറ്റി വെച്ച് കുളിക്കുമ്പോൾ അത് ഡിസൈറബിൾ ആയി. അപ്പോൾ നമുക്ക് ഇറ്റ് ഇസ് അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഫിസിയോളജിക്കലും കെമിക്കലും ഫിസിക്കലുമായിട്ടുള്ള സ്വഭാവത്തെ വേണ്ടാത്ത രീതിയിൽ മാറ്റുമ്പോൾ അത് വിളിക്കുന്നവരാണ് പൊല്യൂഷൻ. പൊല്യൂഷൻ കേൾക്കും ഈസ് അൺഡിസൈറബിൾ ചേഞ്ച് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. വെള്ളത്തിനെ 3 തരത്തിൽ നമുക്ക് മാറ്റാൻ കഴിയും. ഫിസിക്കലും കെമിക്കലും ബയോളജിക്കലുമായിട്ട് വെള്ളത്തിൽ മലിനീകരണം നമുക്ക് അലക്കും. പക്ഷെ അത് ചെയ്യേണ്ടി വരും. പക്ഷെ അത് അൺഡിസൈറബിൾ ആകരുത്. ഡിസൈറബിൾ ആകാൻ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു നദി ഒഴുകുകയാണ് അല്ലെ? അതിലേക്ക് നിങ്ങൾ എല്ലാ മാലിന്യങ്ങളും നദിയിലേക്ക് തള്ളുകയാണെങ്കിലും വേസ്റ്റ് പേപ്പറുകൾ, തുണി വേസ്റ്റ്,
അപ്പോൾ പാത്രം കഴുകുന്നത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കക്കൂസിന് സെപ്റ്റിക് ആയിട്ട് വരും കുഴൽ അങ്ങോട്ട് കൊണ്ടിരിക്കുക എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു വീട്ടുകാരല്ലേ ചെയ്തത്. പട്ടണത്തിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ചെയ്യുന്നത് നല്ല പകരം നിങ്ങൾ ചെയ്യാത്ത രീതിയിലൊക്കെ അതിനെ സംസ്കരിക്കുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ അത് വരുമ്പോൾ വേസ്റ്റ് മാലിന്യം തന്നെ പേപ്പറുകളെല്ലാം തന്നെ നിങ്ങൾ അഴുകാനിടും. ഫുഡ് വേസ്റ്റ് എല്ലാം അഴുകാനിടും. പിന്നെ പ്ലാസ്റ്റിക് മറ്റും ഉപയോഗിക്കാതിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറെ കൂടെ സംസ്കരിക്കപ്പെടുമല്ലോ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് എങ്ങനെ മാറ്റാം? കെമിക്കൽ ക്യാരക്ടർ എങ്ങനെ മാറ്റാം? ഫോർ എക്സാമ്പിൾ ഒരു രാസനിർമ്മാണം, വളനിർമ്മാണ ഫാക്ടറിയുടെ അടുത്തോട്ട് നദി ഒഴുകുമ്പോൾ അല്ലെങ്കിൽ വന്ന് ചെയ്യുന്ന മാലിന്യം എന്തായിരിക്കും? കെമിക്കലായിരിക്കും. ഒരു തെർമൽ പവർ പ്ലാന്റ് എടുക്കുന്ന ചൂട് വെള്ളമായിരിക്കും അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ എന്ത് മാറ്റം വരും? ഫിസിക്കലായിരിക്കും. ഒരു മെഡിക്കൽ കോളേജ് വേസ്റ്റ് വെള്ളം മുഴുവൻ രോഗാണുക്കളല്ലേ. അപ്പോൾ എന്ത് മാറ്റം വരും? ബയോളജിക്കലായിരിക്കും. അത് മനസ്സിലാക്കും. ഇനി മെറ്റീരിയൽ ദാറ്റ് കോസ് പൊല്യൂഷൻ ഈസ് കാൾഡ് പൊല്യൂട്ടന്റ്. പൊല്യൂഷൻ ഉണ്ടാകുന്ന ഈ ദിവസം നമുക്ക് പൊല്യൂട്ടന്റ് എന്ന് വിളിക്കും. ഇന്ത്യ ഗവൺമെന്റ് വെറുതെ നോക്കിയിരുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് പാസ്ഡ് ലോ എഗൻസ്റ്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. പൊല്യൂഷനെതിരെ ഒരു നിയമം ഉണ്ടാക്കിയത് ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ്. വർഷം 1986. അപ്പോൾ നമ്മൾ വായു, ജലം, മണ്ണ് 3 മലിനീകരണത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം എയർ പൊല്യൂഷൻ അതിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ എന്താ നമ്മൾ ചോദിക്കും, വാട്ട് ഈസ് എയർ പൊല്യൂഷൻ? ഇറ്റ് ഈസ് അൺഡിസബിൾ ചേഞ്ച് ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടർ ഓഫ് എയർ. എയർ പൊല്യൂഷൻ. ഇനി ദോഷം എന്നാ, ഇറ്റ് വായു മലിനപ്പെട്ടാൽ ഇൻ പ്ലാന്റ്സ് എന്ത് സംഭവിക്കും? ഇറ്റ് റെഡ്യൂസസ് ഗ്രോത്ത്, ഇറ്റ് റെഡ്യൂസസ് ഈൽഡ് ആൻഡ് ക്രോസ് പ്രീമച്വർ ഡെത്ത്. ചെടിയുടെ വലുതാവുന്നതിന് വേണ്ടി നശിച്ചു പോകും. ഗ്രോത്ത് കുറയും, ഈൽഡ് കുറയും. ഇനി അനിമൽസിലേക്ക് വരുമ്പോഴോ വായു മലിനീകരണം ദോഷം എന്താണ്? ഇറ്റ് കോസസ് റെസ്പിറേറ്ററി ഡിഫക്റ്റ് അല്ലേ. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വായു മലിനീകരണം പൊടിയുമ്പോൾ ഉണ്ടെങ്കിൽ ആസ്മയൊക്കെ വരും അല്ലേ. ആൻഡ് ഇറ്റ് കോസ് ഫോർ ബോത്ത് അനിമൽസ് ആൻഡ് ഹ്യൂമനും ഉണ്ടാകും, അനിമൽസിനും ഉണ്ടാകും. ഇനി ആരാണ് ഈ മലിനീകരണം ഉണ്ടാക്കുന്ന പൊല്യൂഷൻ? പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ദ മെയിൻ കമ്പോണൻസ് ഓഫ് പൊല്യൂട്ടന്റ് ഓഫ് എയർ ഈസ് സ്മോക്ക് സ്റ്റാക്സ്. സ്മോക്ക് സ്റ്റാക്ക്, പുകക്കട്ട ഓഫ് തെർമൽ പവർ പ്ലാന്റ് ആൻഡ് സ്മെൽറ്റേഴ്സ് ഓഫ് ഫാക്ടറീസ് റിലീസ്ഡ്. ഫാക്ടറികളിൽ ഓരോ കത്തിച്ചുവിടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സ്മെൽറ്റേഴ്സ്. ഇപ്പോൾ ഒരു ഇരുമ്പ് ഉരുക്കുന്ന ഒരു വ്യവസായശാലയിൽ ഇരുമ്പ് ഉരുക്കുമ്പോൾ ഒരുപാട് വസ്തുക്കൾ കത്തിച്ച് ഇന്ധനമാക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു പറയും, കുട്ടികൾക്ക് പറയാം ഒരു ഫാക്ടറിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഇങ്ങനെ ആയിരിക്കും. ഒരു ഫാക്ടറിയുടെ പടം, ഫാക്ടറിയുടെ പടം ഭയങ്കര വരയ്ക്കുകയാണ്. പക്ഷേ ഫാക്ടറി ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കുഴൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. പുക. ഒരു ഫാക്ടറിയുടെ മുഖമുദ്രയാണ് പുകക്കുഴലും പുകയും. അവിടുന്ന് പുറത്തേക്ക് പുക കട്ടകളാണ് സ്മോക്ക് സ്റ്റാക്ക്. ഒരു തെർമൽ പവർ പ്ലാന്റ് നോക്കൂ, ധാരാളം ഇന്ധനങ്ങൾ കത്തിച്ചാണ് അവിടെ വെള്ളം ചൂടാക്കി വൈദ്യുതി കൊടുക്കുന്നത്. ഇതിൽ പുറത്തേക്ക് വരുന്നത് 2 ഘടകങ്ങൾ കാണും. ഒന്ന്, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വസ്തു. അതുകൊണ്ടാണ് അത് കറുപ്പായിട്ട് തോന്നുന്നത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളുടെ നിറം കാണും ഇല്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വസ്തുക്കളുണ്ട് അല്ലെ. പൊടിപടലങ്ങൾ, അതിനാണ് പാർട്ടിക്കുലേറ്റ്സ്. പാർട്ടിക്കുലേറ്റുകളാണ് പൊടിപടലങ്ങൾ. ആൻഡ് ഗേഷ്യസ് കമ്പോണന്റ്, ഗ്യാസസ് ഉണ്ടാകും. പാർട്ടിക്കുലേറ്റ് പൊടിപടലങ്ങളാണ്. അതുകൊണ്ടാണ് പുകയും കഴിച്ചതായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് അടുക്കളയിലോട്ട് കറുവത്തിരിക്കുന്നത്. വീട്ടിലല്ല കരി പിടിച്ചിരിക്കുന്നത്. കരി പൊടിപടലങ്ങളാണ് തട്ടിയിരിക്കുന്നത്. വേണ്ട, നിങ്ങളുടെ വീട്ടിലെ ഫാനിന്റെ ഇലയ്ക്കകത്ത് തന്നെ ലീഫിൽ നോക്കി തന്നെ പൊടിപടലം ഇരിക്കുന്നുണ്ട്. ആ മുടിയിൽ വന്ന പൊടിയാണ് അല്ലെ. അപ്പോൾ ഒരു പുക വരുന്ന പാത്രം പൊടികളെന്ന് അപ്പോൾ പൊടിപടലങ്ങൾ. പിന്നെ ഗേഷ്യസ് കമ്പോണൻസ് ആണ്. ഇപ്പോൾ പാർട്ടിക്കുലേറ്റുകളും ഗേഷ്യസ് കമ്പോണൻസ്. ഗേഷ്യസ് കമ്പോണൻസ് തന്നെ ദോഷകരമല്ലാത്തത് കാണും. ഫോർ എക്സാമ്പിൾ എൻഡുകോൾ, ഇതൊക്കെ ഇങ്ങനെ കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത് കാണും. പക്ഷേ ദോഷകരമായ വാതകങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഹാംഫുൾ ഗ്യാസസും കാണും, ഹാംലെസ് ഗ്യാസസും കാണും. സോ ഇപ്പൊ നിങ്ങളെന്ന് പറയാം, വായു മലിനീകരണമുള്ളതുകൊണ്ട് നമുക്കിനി വ്യവസായശാലകളൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ വ്യവസായശാല കൊണ്ടുവരും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുക പുറത്തേക്ക് വിടുമ്പോൾ അതിനകത്ത് എന്ത് വേണ്ടാതിരിക്കണം? പൊല്യൂട്ടൻസ് കാണാതിരിക്കണം. അങ്ങനെ ചെയ്താൽ പോലെ അല്ലെ. വായു മലിനീകരിക്കുന്നത് വ്യവസായശാല നിർമ്മിക്കാതിരിക്കുന്നത് ശരിയല്ല. വ്യവസായശാല വേണം, പക്ഷേ വായു പുറത്തേക്ക് വ്യവസായശാലകളിൽ നിന്നും പൊടിപടലങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ വ്യവസായശാലകളിൽ പൊടിപടലങ്ങൾ നീക്കം ചെയ്യുന്ന 2 എക്യുപ്മെന്റ്സ് കണ്ടുപിടിച്ചു അതിനെ കുറിച്ച് പരിചയപ്പെടും. അതിന്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ ഒരു സാധനമാണ്. അതെങ്ങനെ ഒരു ഫാക്ടറിയാണെന്ന് വെച്ചാൽ ഒരു ഫാക്ടറിയാണ്. ഒരു കുഴലാണെങ്കിൽ കുഴലിനകത്ത് ഇങ്ങനെ വയ്ക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ. ഈ കുഴലുകൾ അതികളാണ് ഇതിന്റെ പുറത്തേക്ക്.
ഈ സാധനം എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഈ സാധനത്തെ ഞാൻ ഇങ്ങനെ എടുത്ത് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കും. ഇത് വലിയ കുഴല. ഇതിൽ കൂടെ ഡസ്റ്റ് എയർ കടത്തിവിടും. പൊടിപടലം എന്ന് പറഞ്ഞാൽ എയർ കടത്തിവിടും. ഇവിടെയായിട്ട് 1000ഓളം വോൾട്ട് കറണ്ടുള്ള ഒരു കൊറോണ വിളിക്കുകയാണ്. ഇറ്റ്സ് നെയിം ഈസ് ഡിസ്ചാർജ് കൊറോണ എന്നാണ്. ഡിസ്ചാർജ് കൊറോണ 1000 വോൾട്ടുള്ള ഒരു ഗ്രില്ലാണ്. ഇതിൽ കൂടെ പൊടിപടലം കടത്തിവിടും. പൊടിപടലങ്ങൾ നമുക്ക് വായു കടത്തിവിടും. കടത്തിവിടുമ്പോൾ ഓരോ പൊടിപടലങ്ങളും എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ് അല്ലേ? അത് നെഗറ്റീവ് ചാർജുള്ള മാത്രം താഴെ തന്നെ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഒരു ഫീൽഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിപടലം നെഗറ്റീവ് ചാർജുള്ള പൊടിപടലങ്ങളെല്ലാം പോസിറ്റീവ് ചാർജിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഡസ്റ്റ് ഇല്ലാത്ത എയർ പുറത്തു പോവുകയും ചെയ്യും. ഡസ്റ്റ് ഫ്രീ അല്ലേ? രണ്ടായിരം പൊടിപടലങ്ങളെ തന്നെ നെഗറ്റീവ് ചാർജുകളാക്കിയിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ നോക്കിയോളൂ, ഇറ്റ്സ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് റിമൂവ്സ് 99% of particulate through the exhaust of thermal power plant. Air flow through a plant which is allowing to pass through the electrodes with hundreds of volts current, and particulates become negatively charged and are be attracted towards the ground by collecting plates. Collecting plate ഒക്കെ വെച്ചിട്ട് അതിങ്ങോട്ട് അട്രാക്ട്. ഇത്രയേ ഉള്ളൂ അർത്ഥം. ഒരു കുഴലാണ്. കുഴലിൽ ഡസ്റ്റ് എയർ കടത്തിവിടും. അതിൽ 1000കണക്കിന് വോൾട്ടുള്ള ഒരു ഡിസ്ചാർജ് കൊറോണ ഉണ്ടായിരിക്കും. അതിന്റെ കടത്തിലൂടെ ഈ പൊടിപടലം കടന്നു പോകുമ്പോൾ അത് നെഗറ്റീവ് ചാർജായി മാറുകയും ആ നെഗറ്റീവ് ചാർജ് പൊടിപടലങ്ങളെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്ത് ചെയ്ത് ഡസ്റ്റ് ഫ്രീ പുറത്തു. നിങ്ങൾക്കത് ഒരു തലയിൽ കയറില്ല. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിലുള്ള കറണ്ട് തൊട്ട് നോക്കി ചിലപ്പോൾ ഷോപ്പ് അടിക്കും. ചത്തു പോകും. 240 വോൾട്ടേ ഉള്ളൂ. തൊട്ടാതിന്റെ ചത്തു അല്ലേ? അതേസമയം ഈ കറണ്ട് വലിയ KV-യിലേക്ക് കിടക്കും. വലിയ തൂണികൂടെ കൊണ്ടുപോകുന്നത് ഈ അത് ഇങ്ങനെ ഇങ്ങനെ വലിയ ടവറായിരിക്കും. ഇങ്ങനത്തെ ടവറിൽ കൂടെ കൊണ്ടുപോകും. ഇങ്ങനെ ടവർ കൊണ്ടുപോകും. അതിൽ പോകുന്ന എത്രയാണ്? 11 kV, 66 kV ആണ്. KV എന്ന് വെച്ചാൽ കിലോ വോൾട്ടാണ്. അത് 240 വോൾട്ട് എന്ന് തരുമ്പോൾ 11,000 വോൾട്ട് മുതൽ 66,000 വോൾട്ട് വരെയുള്ള കറണ്ട് കമ്പ്യൂട്ടർ കൊണ്ടുപോകും. അതിൻ്റെ അടുത്ത് പോയി നിങ്ങൾ നിന്നിട്ടുണ്ടോ? മോഡലാണ് അല്ലെ? എന്താ അത്? അതായത് അനുഭവമാണ്. അല്ല, വൈദ്യുതി അതിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് ചുറ്റുമുള്ള വായു മുഴുവൻ ചൂട് പിടിക്കുന്നതാണ്. എങ്ങനെ നെഗറ്റീവ് ചാർജായിട്ട് ചൂട് പിടിക്കുകയാണ്. നിങ്ങളിപ്പോഴത്തെ ഈ കറണ്ട് അതിന് തൊട്ടാലും ഷോക്ക് അടിക്കും. പക്ഷെ നിങ്ങൾ 66 kV അതിന്റെ അടുത്തൂടെ വയർ വലിച്ചു നിൽക്കുക. അതുകൊണ്ട് ആ അത്ര വയറുകളൊക്കെ വളരെ മൂടി കൂടെ കൊടുക്കും. അതിന്റെ അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അട്രാക്ടർ പിടിക്കുക. അത്രയ്ക്ക് അട്രാക്ഷനാണ്. അത് അങ്ങനെയുള്ള കറണ്ടുകളാണ് 1000 വോൾട്ട്. അപ്പൊ ഇവിടെ പൊടിവെള്ളങ്ങളെ നെഗറ്റീവ് ചാർജ് അട്രാക്ട്. മനസ്സിലായാലും ഇന്നത്തെ പ്രത്യേകത മനസ്സിലായാലും ഇത് നമ്മൾ പൊടിവെള്ളങ്ങൾ മാത്രമേ നീക്കം ചെയ്യൂ. റിമൂവ്സ് ഓൺലി ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ശരിയല്ലേ? ബൈ ദിസ് മെത്തേഡ് വി ക്യാൻ റിമൂവ് ഓൺലി ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇനി അടുത്തൊരു മെത്തേഡ്. ഇതിന് പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ. ഇത് വേറെ മെത്തേഡ് സ്ക്രബ്ബർ എന്നാണ്. സ്ക്രബ് സ്ക്രബർ SCRUBBER. ഇത് ഇങ്ങനെ ഒരു സംഭവം. ഒരു ടാങ്കാണ്. അതിന്റെ ഒരു വശത്തോടെ ഡസ്റ്റ് ചെയ്ത് കിടക്കുക. പൊള്യൂട്ടഡ് ആയിട്ടുള്ള എയർ കിടക്കുക. എന്നിട്ട് ഈ ഒരു പൊള്യൂട്ട് ഇങ്ങനെ താഴോട്ട് ലൈൻ എന്ന് വെച്ചാൽ ചുണ്ണാമ്പുള്ള കാൽഷ്യം കാർബണേറ്റുള്ള ഇങ്ങോട്ട് കടത്തിവിട്ട് താഴെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ കൂടെ മുകളിലേക്കുന്ന വായു ഇതിൽ കൂടെ കടന്നു വരുമ്പോഴത്തേക്ക് അതിനുള്ള പൊടിപടലങ്ങളെല്ലാം ഈ വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം ശുദ്ധമായ വായു നമുക്ക് പ്യുവറായി. നിങ്ങൾ തന്നെ ഈ
ഏപ്രിൽ മെയ് മാസത്തില് മഴയൊന്നും പെയ്യാതെ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുകയാണ്, അന്തരീക്ഷം മുഴുവൻ പൊടിപടലങ്ങളൊക്കെ കഴിയണം. ജൂൺ മാസത്തിൽ ഒരു മഴ പെയ്യുന്നു. ഈ മഴ ആദ്യം പെയ്യുന്ന മഴകൾ നമ്മൾ പാത്രത്തിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗൺ നിറമായിരിക്കും. എന്താ കാര്യം? അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെല്ലാം വെള്ളത്തിൽ തന്നെ ജയിച്ച് താഴെ വരുന്നത് അല്ലേ. പക്ഷെ ഒന്നുകൊണ്ട് മഴ കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ശുദ്ധമുള്ളതായിരിക്കും. അതേപോലെയാണ് ഈ ലൈൻ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിനകത്ത് പൊടിപടലങ്ങളെല്ലാം ജയിക്കും, എന്നിട്ട് ശുദ്ധമായ ജലമാണ്. അപ്പോൾ നമുക്ക് പൊടിപടലങ്ങളെല്ലാം നിറഞ്ഞ് ഡസ്റ്റി ആയിട്ടുള്ള വാട്ടർ താഴെ. ഇതിന് പ്രത്യേകത ഉണ്ട്, ഡസ്റ്റ് മാത്രമല്ല, ഇതിനകത്ത് സൾഫർ ഡയോക്സൈഡ് കൂടി നീക്കം ചെയ്യണം. സോ ഇറ്റ് വിൽ റിമൂവ് പ്ലസ് ഡസ്റ്റ് പ്ലസ് സൾഫർ ഡയോക്സൈഡ് പഠിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രബറും അത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ സ്ക്രബർ only electrostatic precipitate only dust is removed. In scrubber both the dust along with the sulfur dioxide is removed. Then electrostatic precipitate working high volt of current, but it is working by the spray of lime. That is the difference. Okay. പഠിച്ചോ. ഇനി ലൈൻ തന്നെയാണോ അല്ല വാട്ടറിനകത്ത് സൾഫർ ഡയോക്സൈഡ് ലയിച്ച് സൾഫ്യൂരിക് ആസിഡായിട്ട് പുറത്തു വരും. സോ ഇറ്റ് വിൽ സ്പ്രെഡ് വിത്ത് ലൈം ഓർ വാട്ടർ. ഓക്കെ, പഠിച്ചോ, പരീക്ഷ രണ്ടുകൂടെ പഠിച്ചു. ഇനി ആരാണ് ഈ പൊടിപടലങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആവണം, അന്തരീക്ഷ മലിനീകരണം തീരുമാനിക്കുന്നത്? ഒരു ഏജൻസി CPCB ആണ്. CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ. പഠിച്ചോ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അവരാണ് ഈ ഫാക്ടറികളൊക്കെ തുടങ്ങുമ്പോഴേക്ക് പൊല്യൂഷനൊക്കെ പരിശോധിക്കാനൊക്കെയുള്ള അനുമതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്നലെ വാഹനങ്ങൾ പുക പരിശോധനയൊക്കെ അതൊക്കെ അവരുടെ നിയന്ത്രണ പ്രകാരമാണ് ചെയ്തത്. ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് പാർട്ടിക്കുലർ സൈസ് 2.5 micrometer is less in diameter cannot be removed by precipitation. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 2.5 ppm താഴെയുള്ള അല്ലെങ്കിൽ മില്ലി മൈക്രോൺ താഴെയുള്ള പൊടികൾ നീക്കാൻ ചെയ്യാൻ കഴിയത്തില്ലെന്നും ഇതാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നതെന്നൊക്കെ അവർ പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള ഒരു എൻട്രൻസ് പോയിന്റ്. ഇനി പ്രശ്നം, പക്ഷെ വാഹനങ്ങളില്ലാത്തത് എങ്ങനെ പൊടിവെള്ളം ഇത്? വാഹനങ്ങളെ പുറത്തേക്ക് വരുന്നത് എന്തൊക്കെയുണ്ട്? വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന പുകയ്ക്കകത്ത് എന്നിട്ട് വേണം എന്നോ CO. വാഹനങ്ങൾ പുറത്ത് പുറത്തുനിന്ന് പുകയിലുള്ള രണ്ട് വിശ്വാസത്തിലാണ് നൈട്രസ് ഓക്സൈഡും കാർബൺ ഓക്സൈഡ്. രണ്ട് അപകടകാരിയല്ലേ? ഇതിനകത്ത് നീക്കം ചെയ്യും. അതിനകത്ത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റ് 1000 വോട്ട് കൊടുക്കാനൊക്കെ യന്ത്രം വെച്ചിട്ടിരിക്കാനോ പറ്റത്തില്ല. അപ്പോൾ വാഹനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ എക്യുപ്മെന്റ് കണ്ടുപിടിച്ചു. അതിന് പേരാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. എക്യുപ്മെന്റ് കാറ്റലിറ്റിക് ആണ്. അത് വാഹനത്തിന്റെ എഞ്ചിനോട് ചേർത്താണ് വയ്ക്കുക. ഇവിടെ എഞ്ചിനകത്ത് വയ്ക്കുന്ന ഒരു സാധനമാണ് ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ. അത് അവസാനം വരുന്ന പുക ഇതിൽ കൂടെ കയറ്റി ഇവിടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് കൊണ്ടുവന്നിട്ടാണ് പുറത്തേക്ക് കളയുന്നത്. ഈ കാറ്റലിറ്റിക് കൺവെർട്ടറിനകത്ത് എന്താ ഇരിക്കുന്നത് അറിയാമോ? 3 കാറ്റലിസ്റ്റുകൾ, പ്ലാറ്റിനം, പലേഡിയം, റോഡിയം. പ്ലാറ്റിനം, പലേഡിയം, റോഡിയം എന്ന് പറയുന്ന 3 എലമെന്റുകൾ ഉണ്ടാക്കിയ കാറ്റലിസ്റ്റുകളാണ്. അതിന്റെ പുറത്തുകൂടെ, അതിന്റെ അടുത്തുകൂടെ ഈ നൈട്രസ് ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ആണെങ്കിൽ പുക കടത്തിവിട്ടാൽ ഇത് പുറത്തിറങ്ങുമ്പോൾ അത് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രേറ്റ് ഡയോക്സൈഡും കാർബൺ ഡയോക്സൈഡും വായിക്കും. അപ്പം മാരകമായ വിഷമായ കാർബൺ മോണോക്സൈഡും നൈട്രസ് ഓക്സൈഡും ഈ കാറ്റലിസ്റ്റുകൾ എന്താക്കി മാറ്റും? മാരകമായ വിഷമല്ലാത്ത അല്ലെങ്കിൽ ഹാംലെസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും നൈട്രൈൻ ഡയോക്സൈഡും ആക്കി മാറ്റിക്കും. അങ്ങനെ
ഇതിന് വിഷപരമല്ലാത്ത നൈട്രജൻ ഡയോക്സൈഡ് അഥവാ NO2 അതായിട്ട് മാറ്റി. അപ്പം കുഴപ്പമില്ല. അപ്പൊ എല്ലാ വാഹനങ്ങളും വെച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. കേട്ടുള്ളൂ എന്താണെന്ന്. In automobiles explosion, there are carbon monoxide and carbon monoxide and nitrous oxide emits. There is an equipment called catalytic converter used in the vehicle. Have platinum, palladium, and rhodium as catalyst. It emits unburned hydrocarbons. Then it converts water into carbon monoxide plus carbon dioxide, nitrous oxide into NO2. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് കൺവേർട്ടുകൾ CO CO2 ആകും, NOA NO2 ആകും അല്ലേ? ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ COയും CO2 NO2 പോയിസണസ് അല്ല. അപ്പോൾ വാഹനം വെക്കുന്ന എക്യുപ്മെന്റ് പേരാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. അതിനകത്ത് 3 കാറ്റലിസ്റ്റുകൾ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം. ഇത് എന്ത് ചെയ്യുന്നു? ഇത് പുറത്തേക്ക് പോകുന്ന എമിഷനകത്തുള്ള COA CO2 ആക്കും, NOA NO2 ആക്കും. അങ്ങനെ പിന്നെ വിഷവസ്തുവിനെ വിഷമല്ലാതാക്കി മാറ്റും. പക്ഷെ ഒരു കുഴപ്പമില്ല. ഈ 3 എലമെന്റുകളും ലെഡ് PB ആയിട്ട് കമ്പൈൻ ചെയ്താൽ ഇനാക്റ്റീവ് ആയിരിക്കും. ഈ 3 കാറ്റലിസ്റ്റുകളും ലെഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പോയ്ക്കകത്ത് ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ലെഡ് വരാൻ പാടില്ല. ലെഡ് വന്നാൽ ഇത് ഇനാക്റ്റീവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ഒഴിക്കുന്ന ഇന്ധനത്തിനകത്ത് എന്തായിരിക്കണം? അൺലെഡഡ് പെട്രോൾ അല്ലെങ്കിൽ അൺലെഡഡ് ഡീസൽ അല്ലെ? ലെഡ് ഇല്ലാത്തതൊന്നും ഒഴിക്കണം. നിങ്ങളൊരു 5 വർഷം മുമ്പൊക്കെ പമ്പിലേക്ക് പോയി അവിടെ 2 തരം പെട്രോൾ കിട്ടുമായിരുന്നു. അൺലെഡഡ് പ്രത്യേകിച്ച്. പിന്നിപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആകുന്നത് മാറ്റിയിരുന്നു അല്ലെ? ഇപ്പോൾ കിട്ടുന്ന പെട്രോളൊക്കെ എന്താണ്? അൺലെഡഡ് ഡീസലും അൺലെഡഡ് പെട്രോളുമാണ്. കാരണം എന്താണ്? ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ വർക്ക് ചെയ്തില്ല. മനുഷ്യ ചോദിക്കും, വൈ അൺലെഡഡ് പെട്രോൾ ഓർ ഡീസൽ ഈസ് യൂസ്ഡ് ഇൻ കാറ്റലിറ്റിക് കൺവേർട്ടർ ഫിറ്റഡ് വെഹിക്കിൾ? ഉത്തരം, lead will react with this catalyst and it will become inactive. So you must use what type of fuel? Unleaded diesel or petrol in the vehicle fitted with the catalytic converter. Simple അല്ലേ? വളരെ ഇമ്പോർട്ടൻറ്റ് പോയില്ല. ഇനി ഇന്ത്യ അതൊരു കാര്യം വന്നു. എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്കി കൊടുക്കുന്നു 1989 അല്ലേ? 1987 തന്നെ നിയമങ്ങൾ നോയ്സ് ഈസ് ആൾസോ എ പൊല്യൂട്ടന്റ്. പണ്ട് ശബ്ദം ഒരു മലിനീകരണമായിട്ട് കണക്കാക്കിയിരുന്നില്ല. കാരണം പണ്ടൊക്കെ ശബ്ദം അറിയിച്ചിട്ടുന്ന ആൾക്കാരുടെ കൂടി വിളിക്കുന്നത് അല്ലാതെ വലിയ ശബ്ദം മലിനീകരണം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ മൈക്ക് സെറ്റും മോളാമ്പിയൊക്കെ കണ്ടുപിടിച്ചു അല്ലേ? പിന്നെ അങ്ങ് ശബ്ദ മലിനീകരണം തന്നെയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും ഉത്സവങ്ങളിലൊക്കെ 5, 10, 50 ബോക്സ് ഒക്കെ അടിപ്പിച്ച് പോകുന്ന പാട്ട് കേട്ട് ചെവിയെ കടച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. ഇതൊക്കെ ഒന്നും വഴി ശബ്ദ മലിനീകരണം എയർ ഫോൺ അടിക്കുന്നത് പറയത്തില്ല. ശബ്ദ മലിനീകരണവും ഒരു വായു മലിനീകരണമായിട്ട് കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഉത്തരവുകൾ ഇറക്കി വെച്ചു അല്ലെ? അപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ അതീതമായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. അതായത് ഭയങ്കര ശല്യം ഉണ്ടായ ശബ്ദങ്ങൾ. ദാറ്റ് ഈസ് സൗണ്ട് എബോവ് 150 dB ഡെസിബൽ. ദാറ്റ് ഈസ് ബൈ ദ എന്റർടൈൻമെന്റ് ജെറ്റ് പ്ലെയിൻ അല്ലെ? ഇതിന്റെ ദോഷം എന്താ? ഇത് ഡാമേജ് ചെയ്യാറുണ്ടോ? ചെവിക്കല് പൊട്ടിപ്പോകും. ദെൻ റെഡ്യൂസിങ് ഹിയറിംഗ് എബിലിറ്റി. കേൾവി ശക്തി പോകും. നിങ്ങൾ ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. നിങ്ങളിപ്പോ ഒരു 10,000 വോട്ടിന്റെ ഒരു പാട്ടെടുത്തിട്ട് ദിവസം രാവിലെ ഒരു വൈകുന്നേരം കേട്ടിട്ടുണ്ടെങ്കിൽ വട്ടായിപ്പോകും ഇല്ല? അത് കേൾക്കാനുള്ള കഴിവ് കുറഞ്ഞു. അതാണ് ഈ തടിമില്ലുകൾ പോലെയുള്ളത്. വലിയ വ്യവസായശാലകൾ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കേൾവി ശക്തി കുറഞ്ഞു. കാരണം ഈ യന്ത്രങ്ങൾ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാവില്ല. അതായത് ചെവിയിലൊരു മഫ്ലറൊക്കെ വെച്ചാണ് ജോലിയൊക്കെ ചെയ്ത് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി. ഈ ജെറ്റ് എഞ്ചിനെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സിഗ്നൽ കൊടുക്കുന്ന ആൾക്കാരുടെ ചെവിയിൽ മഫ്ലർ എന്നാണ് എക്യുപ്മെന്റ് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടില്ലെങ്കിൽ ചെവിയെ കഴിച്ചു. ദെൻ ഈവൻ ഇൻ സിറ്റീസ് സൗണ്ട് ലെവൽ ആൾസോ കോസ് പെർമനന്റ് ഹിയറിംഗ് ഇൻഎബിലിറ്റി. വലിയ വലിയ പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും ഈ ഹോൺ അടിയുടെ ശബ്ദവും വാഹനങ്ങളുടെ ശബ്ദം ഇവരുടെ ശബ്ദമൊക്കെ ആയിട്ട് ഹിയറിംഗ് എബിലിറ്റി നഷ്ടപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കാൻ നോക്കുക. ദേ മേ ഹാവ് സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ല. രാത്രി വലിയ ശബ്ദം ധാരാളം. ഇവൻ പട്ടിയെടുത്ത് തീർച്ചയായിട്ടും കുറച്ചപ്പോൾ നമുക്ക് ഉറങ്ങാറില്ല. പിന്നെയാണ് വലിയ ശബ്ദം വരാം. ദെൻ ആൾട്ടേർഡ് ബ്രീത്തിങ് പാറ്റേൺ. ഭയങ്കര ശബ്ദം കിട്ടുന്ന ശ്വസനത്തിന്റെ നിരക്ക് വ്യത്യാസപ്പെടും. ദെൻ ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സൗണ്ട് അബ്സോർബന്റ് സൈലൻസർ ഉപയോഗിക്കണം. നിങ്ങൾ ഈ ബൈക്കിന് സൈലൻസർ ഇല്ലാത്ത ബൈക്ക് ഓണാക്കി കേട്ടിട്ടുണ്ടോ? എന്ത് ശബ്ദം? സൈലൻസർ വെച്ചോണ്ടാണ് ശബ്ദം പറയുന്നത്. അപ്പൊ എവിടെയൊക്കെ ശബ്ദം ഉണ്ടാവും അതെല്ലാം ഉപയോഗിക്കണം. സൈലൻസർ ഉപയോഗിക്കണം. അതുപോലെ മഫ്ലിംഗ് ഓഫ് നോയ്സ്. മഫ്ലർ എന്ന് വെച്ചാൽ ശബ്ദം ചെവി ഇല്ലാതെ ഉള്ള ഹെഡ്ഫോൺ പോലൊരു സാധനമുണ്ട്. അതാണ് മഫ്ലർ. വലിയ വ്യവസായശാലകളിലൊക്കെ അത് വെച്ചാണ് ആൾക്കാർ ജോലി ചെയ്തത്. ദെൻ സൗണ്ട് ക്രാക്കേഴ്സ് ബാൻ ചെയ്യണം. പടക്കങ്ങൾ പൊട്ടിക്കരുത്. പടക്കം എന്നൊക്കെ പറയാൻ നമ്മൾ ചെറിയ ടക്കട്ടക്ക പടക്കങ്ങളല്ല. അമിട്ടുണ്ടല്ലോ അമ്പലങ്ങളുടെ ഉത്സവത്തിൽ പൊട്ടിക്കുന്നു, ഡും പൊട്ടുന്നു അല്ലേ? ഈ ഗർഭം കലക്കുന്നൊക്കെ ഞാൻ കളിയാക്കി പിടിക്കാറ്.
ലൗഡ് സ്പീക്കർ ബാൻ ചെയ്തു. ലൗഡ് സ്പീക്കറൊക്കെ ബാൻ ചെയ്ത പണ്ട് ഈ കോളാമ്പിന്റെ സാധനം ഉണ്ടായിരുന്നു, അത് കാണാനില്ലല്ലേ. പണ്ട് അത് ഭയങ്കര ശബ്ദമായിരുന്നു. അത് കഴിഞ്ഞ് ബോക്സ് മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അത് ഈ കോളാമ്പിട്ട് പെട്ടിക്കകത്ത് ചാർജ് ഉപയോഗിക്കുക. പിന്നെ അത് വാങ്ങിപ്പോ ഭയങ്കര ശബ്ദത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. DJ മ്യൂസിക് കേട്ടിട്ടില്ലേ, നെഞ്ചിടിച്ച് കാര്യം പാട്ട് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തോളാം. അത് പരിശീലിച്ച് ചോദിക്കാനില്ല. ഈ പറഞ്ഞൊക്കെ നിങ്ങൾ പോയിന്റായിട്ട് എഴുതി വെച്ചോളാം, പുസ്തകത്തിലുള്ളതാണ്. ദെൻ കൺട്രോൾ ഓഫ് വെഹിക്കിൾ എയർ പൊല്യൂഷൻ പറ്റി വരും. വെഹിക്കിൾ എയർ പൊല്യൂഷനെ പറ്റി ഒരു കേസ് സ്റ്റഡിയാണ് പഠിക്കുന്നത്. ഡൽഹി പട്ടണത്തിൽ അതിഭയങ്കരമായ വായു മലിനീകരണം, ഇവിടെ കൊണ്ട് വാഹനങ്ങളുടെ ഒരു മലിനീകരണമുണ്ട്. നമുക്ക് ഡൽഹി ഹാസ് മോർ കാർ ദാൻ ഗുജറാത്ത് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഡൽഹി എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയായിരിക്കുന്നത്? ഡൽഹി എന്ന് പറഞ്ഞാല് ഇപ്പോ കേരളം ഇത്രയുണ്ട്, തമിഴ്നാട് ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയുണ്ട് ഡൽഹി. ഹരിയാനയോട് ചേർന്ന് നടക്കുന്ന ഈ ഒരു കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയിലുണ്ട്. അവിടെയുള്ള വാഹനങ്ങളുടെ എണ്ണം വെസ്റ്റ് ബംഗാളിലും ഗുജറാത്തിലുള്ള വാഹനങ്ങളുടെ ഇത്രയെണ്ണം അത്ര വാഹനങ്ങൾ ഒന്ന് നോക്കൂ. ഗുജറാത്തിലും വെസ്റ്റ് ബംഗാളിലുള്ള വാഹനങ്ങളുടെ ടോട്ടൽ എണ്ണത്തിന്റെ തുല്യമാണ് ഇവിടെ ഒരു പൊട്ടുപോലുള്ള സ്ഥലത്തുള്ള വാഹനങ്ങളുടെ എണ്ണം. അപ്പൊ ഇതുമാത്രം വാഹന പെരുപ്പം ഉണ്ടെന്നാണ് മനസ്സിലായത്. അപ്പൊ പൊല്യൂഷൻ കൂടും. മാത്രമല്ല 1990 ഒരു സർവേ നടത്തിയായിരുന്നു. എന്താണെന്നറിയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ട് 41 പട്ടണങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഡൽഹിയുടെ സ്ഥാനം 4ാമതായിരുന്നു. 41 ലോകത്തെ ഏറ്റവും മലിനപ്പെട്ട പട്ടണങ്ങളിൽ ഡൽഹിയുടെ സ്ഥാനം 4ാമതായിരുന്നു. അപ്പോൾ മലിനീകരണം ഭയങ്കരമാണ് മനസ്സിലായിരുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർക്കാരൊന്നും കാര്യമായിട്ട് ചെയ്തില്ല. അപ്പോൾ അവിടുത്തെ കോടതി തന്നെ, ഹൈക്കോടതി, സുപ്രീം കോടതി തന്നെ ഒരു നിയമം പാസ്സാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. കോടതിയുടെ സ്വമേധയാ കേസെടുക്കും. ഇപ്പം ഒരു കാലത്ത് കൊച്ചിയിൽ ഭയങ്കര കൊതുകുശല്യം വന്നപ്പോൾ അവിടുത്തെ ഹൈക്കോടതി ഉത്തരവിട്ടു, പെട്ടെന്ന് കൊതുകിനെ നശിപ്പിക്കാനുള്ള നടപടികൾ ഇവിടെയുള്ള പരാതികൾ ചെയ്യണം, ഇല്ലെങ്കിൽ പരാതിയെ ലഭിച്ചു കൊടുക്കണം. അപ്പം പെട്ടെന്ന് തന്നെ അവരിറങ്ങി ഓർഡറെല്ലാം വൃത്തിയാക്കി ബ്ലീച്ചിങ് പൗഡർ അടിച്ച് കൊതുകിനെ ലഭിച്ചു. കോടതിക്ക് അങ്ങനെ സ്വമേധയാ കേസെടുത്തില്ല. ഇപ്പൊ ഡൽഹിയിൽ ഇങ്ങനെ സംഭവം അവിടുത്തെ കോടതി ഒരു നിയമം പാസ്സാക്കി, പെട്ടെന്ന് പൊല്യൂഷൻ നിയന്ത്രിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ as per the court direction, public transport buses turned from diesel to CNG. പൊല്യൂഷൻ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്തു അവരെല്ലാ വാഹനവും പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മുടെ KSRTC പോലെയുള്ള ഡൽഹിയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട്, പബ്ലിക് എന്ന് പറയാൻ വ്യക്തികൾ ചെയ്യാൻ പിന്നീട് ഒരുപാട് വാഹനം കൊടുക്കുന്നുണ്ടല്ലോ. KSRTC പോലെയുള്ള ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളെല്ലാം തന്നെ ആദ്യം ഒരു എന്ത് ചെയ്തു, ഡീസൽ പെട്രോൾ എല്ലാം മാറ്റിയിട്ട് CNG വെച്ചു. CNG എന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതാണ് CNG. നിങ്ങളുടെ വീട്ടിൽ അടുക്കള സ്ഥലത്തേക്ക് സാധനം തന്നെ CNG ഗ്യാസ് വെച്ചു. ഈ CNGക്ക് എന്താണ് പെട്രോളും ഡീസലും അഡ്വാൻറ്റേജ് നോക്കിയുള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജ് ഒന്ന്, CNG ബേൺസ് കംപ്ലീറ്റ്ലി. നിങ്ങളുടെ വീട്ടില് ഗ്യാസ് കത്തിച്ചാൽ പുക വരാത്തെന്ന് പറയാം, ഗ്യാസ് കംപ്ലീറ്റ് കത്തും. പക്ഷെ വെള്ളം കത്തിച്ചാൽ പുക വരും, കാരണം വിറക് കംപ്ലീറ്റ് കത്തത്തില്ല. അതുകൊണ്ടാണ് CNG കംപ്ലീറ്റ്ലി ബേൺ ചെയ്യാം, പുകയില്ല. അതാണ് ഒരു നേരം. CNG ബേൺസ് കംപ്ലീറ്റ്ലി. Then it is cheaper than diesel and petrol. Petrol എങ്ങനെ വില വന്നു? CNG burns completely, that no diesel or no particles like diesel or petrol is left unburned. CNG burns completely മാത്രം പഠിച്ചാൽ മതി. Then it is cheaper than petrol and diesel. It cannot be adulterated. മായം ചേർക്കാനുള്ളതുണ്ട്. പെട്രോൾ അത് മണ്ണെണ്ണ മായം ചേർക്കാം, ഇല്ലേ? പെട്രോൾ മണ്ണെണ്ണ ചേർക്കാം മായമായിട്ട് അങ്ങനെ ചേർക്കും. പക്ഷെ ഒരിക്കലും ഗ്യാസിനകത്ത് മായം ചേർക്കാറുണ്ട്. എന്താ ചെയ്യും? നമുക്ക് വീട്ടിൽ തുറന്നത് കുത്തിക്കയറ്റാൻ നോക്കത്തില്ല. അതുകൊണ്ടാണ് ഇറ്റ് cannot be adulterated. it cannot be siphoned out by thieves. നിങ്ങൾ ബൈക്ക് അവിടെ കൊണ്ടുവച്ചിട്ട് പ്ലെയിനിൽ അല്ലെങ്കിൽ ട്രെയിനിൽ അവിടെ പോയിട്ട് തിരിച്ച് അടുത്ത ദിവസം വരുന്ന തിരിച്ച് ബൈക്കിനകത്ത് പെട്രോൾ ആണ് ഊറ്റി കിട്ടും, അല്ലേ? ഗ്യാസ് ഊറ്റാനൊക്കെ ഇല്ല. അപ്പോൾ 4 അഡ്വാൻറ്റേജുകളാണ്. ഒന്ന്, ഇറ്റ് കംപ്ലീറ്റ്ലി ബേൺസ്. 2, ഇറ്റ് ഈസ് ചീപ്പർ ദാൻ പെട്രോൾ ആൻഡ് ഡീസൽ. 3, ഇറ്റ് cannot be adulterated. അഡൾട്ടറി എന്ന് വെച്ചാൽ അഡൾട്ടറി മായം ചേർത്ത് cannot be adulterated. 4, it can be siphoned. Siphon എന്ന് വെച്ചാൽ കുഴൽ ടൂറ്റ്, siphoned out, കുഴൽ ടൂറ്റുക ബൈ തീവ്സ്, കള്ളമാൻ കൂറ്റാനും പറ്റില്ല. ഇത് 4 കാര്യം പരിശോധിച്ചിട്ടുണ്ട്. ദാറ്റ്സ് അഡ്വാൻറ്റേജ് ഓഫ് CNG ദാൻ പെട്രോൾ ആൻഡ് ഡീസൽ. ഇത്രയും ചെയ്തു. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്തു? വീണ്ടും ഡൽഹി ഫേസ്ഡ് ഔട്ട് ഓൾഡ് ബസ്, പഴയ ബസ്സുകളെല്ലാം മാറ്റി പുതിയ ബസ്സാക്കി. Then they used unleaded petrol. പെട്രോൾ വാഹനങ്ങൾക്ക് എല്ലാ വാഹനങ്ങൾക്കും അൺലെഡഡ് പെട്രോൾ ഉപയോഗിക്കാൻ നിർബന്ധമാക്കി. യൂസ്ഡ് സൾഫർ ഫ്രീ പെട്രോൾ ആൻഡ് ഡീസൽ.
സൾഫർ ഇല്ലാത്ത പെട്രോൾ ഡീസലും ഉപയോഗിക്കാൻ പറഞ്ഞു. എല്ലാ വാഹനങ്ങളിലും കാറ്റലിക് കൺവേർട്ടർ ഫിറ്റ് ചെയ്തു. എല്ലാ വാഹനങ്ങളും കാറ്റലിക് കൺവേർട്ടർ വയ്ക്കാൻ പറഞ്ഞു. ദെൻ സ്ട്രിക്റ്റ് പൊല്യൂഷൻ ലെവൽ നോംസ് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. പൊല്യൂഷൻ പരിശോധന എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. ദെൻ റെഡ്യൂസ്ഡ് അരോമാറ്റിക് കണ്ടന്റ് ഇൻ ദ ഫ്യൂവൽസ്. ഫ്യൂവലിനകത്തുള്ള അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളുടെ അളവെല്ലാം വളരെയേറെ കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാ വാഹനങ്ങളുടെയും എഞ്ചിനകത്ത് പെട്രോളിനകത്ത് മാറ്റം വരുന്നത് യൂറോ 2 നോംസ് അനുസരിച്ചുള്ള ഡീസലും പെട്രോളും ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. അല്ലെ, യൂറോ 2 നോംസ് അനുസരിച്ചുള്ള ഡീസലും പെട്രോളും എങ്ങനെയാണെന്ന് വെച്ചാൽ സൾഫറിന്റെ അളവ് 350 ppm, അതായത് 350 പാർട്ട് പെർ മില്യൺ. അത് ഡീസലിനകത്ത് 150 പാർട്ട് പെർ മില്യൺ അടങ്ങിയിട്ടുള്ള സൾഫർ, അതിൽ കൂടാൻ പാടില്ല. അതങ്ങനെ അതുപോലെ തന്നെ അവരൊരു ലക്ഷ്യം വെച്ചു. കുറെ കാലം കഴിയുമ്പോഴേക്കും പിന്നീട് സൾഫറിന്റെ അളവ് 50 ppm ആയിട്ട് കുറയ്ക്കണമെന്നും പെട്രോളിനകത്ത് 35 ppm ആയിട്ട് കുറയ്ക്കണമെന്നൊക്കെ ഇതെല്ലാം എൻട്രൻസ് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ പഠിച്ചു. ദെൻ വെഹിക്കിൾസ് എഞ്ചിൻസ് വെയർ അപ്ഗ്രേഡഡ് അപ് ടു ഭാരത് 2 സ്റ്റാൻഡേർഡ്സ്. ഭാരത് 2 സ്റ്റാൻഡേർഡിലേക്ക് വെഹിക്കിളിന്റെ എഞ്ചിൻ സ്റ്റാൻഡേർഡ് കൂട്ടി. യൂറോ 2 സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, കണ്ടുണ്ടോ? യൂറോപ്പിലെ എഞ്ചിനൊക്കെ ചില നിർബന്ധങ്ങളുണ്ട്. അതാണ് യൂറോ 2. അത് സമാനമായി ഇന്ത്യൻ വാഹനങ്ങളുടെ എഞ്ചിന് ഭാരത് 2 എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. എല്ലാ സിറ്റികളിലുമായിട്ടും ഏപ്രിൽ 1, 2005 കൂടി എല്ലാ വാഹനങ്ങളിലും യൂറോ 2 സ്റ്റാൻഡേർഡ് എഞ്ചിൻ വയ്ക്കണം എന്ന് നിർബന്ധം പിടിച്ചു. നമ്മൾ പഴയ വണ്ടിക്കകത്തൊക്കെ ബാക്കിൽ ഇങ്ങനെ എഴുതിയേക്കണം യൂറോ 2 ഭാരത് 2 എന്നൊക്കെ എഴുതിയേക്കും. അപ്പം എഴുതുന്ന കാര്യമില്ല, എല്ലാ വാഹനം അങ്ങനെ ആയതുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല, പക്ഷെ അങ്ങനെ എഴുതുക. അതുപോലെ തന്നെ ഏപ്രിൽ 1, 2005 കൂടി എല്ലാ പട്ടണങ്ങളിലുള്ള വാഹനങ്ങളിലും യൂറോ 2 സ്റ്റാൻഡേർഡിലുള്ള എഞ്ചിൻ സമാനമായ ഭാരത് 2 സ്റ്റാൻഡേർഡിലുള്ള എഞ്ചിൻ മാത്രമേ വയ്ക്കാവൂ നിർബന്ധം ഉണ്ടാക്കി. പിന്നെ ഓട്ടോമൊബൈൽ ഫ്യൂവൽസ് മസ്റ്റ് ബി വിത്ത് യൂറോ 3 എമിഷൻ സ്പെസിഫിക്കേഷൻ. ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളെല്ലാം തന്നെ യൂറോ 3 എമിഷൻ സ്പെസിഫിക്കേഷൻ കൊണ്ടുവരണമെന്ന് നിർബന്ധം ഉണ്ടാക്കി. മാത്രമല്ല 2005 ഏപ്രിൽ 1 കൂടി യൂറോ 4 ആൻഡ് ഏപ്രിൽ 2010 കൂടി യൂറോ 3 സ്റ്റാൻഡേർഡ് എല്ലാം കൊണ്ടുവരണമെന്ന് ബന്ധപ്പെട്ടു. അപ്പോൾ എമിഷൻ സ്റ്റാൻഡേർഡ് 2005 ഏപ്രിൽ 1 കൂടി യൂറോ 4 സ്റ്റാൻഡേർഡും 2010 ഏപ്രിൽ 1 കൂടി ഇന്ത്യയിലുള്ള 11 പട്ടണങ്ങളിൽ, എല്ലാ പട്ടണത്തിലും അല്ല 11 പട്ടണങ്ങളിൽ യൂറോ 2 സ്റ്റാൻഡേർഡ് വാഹനം മാത്രമേ, യൂറോ 6 സ്റ്റാൻഡേർഡിലുള്ള വാഹനം മാത്രമേ ഓടിക്കാൻ നിയമം ഉണ്ടാക്കി. ആ പട്ടണങ്ങൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, പൂനെ, സൂററ്റ്, കാൺപൂർ, ആഗ്ര. ഇതൊന്നും വലിയ കാര്യമില്ല, ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതില്ല. ഇതൊക്കെ NSC ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഭംഗിയായിട്ട് പുസ്തകത്തിൽ പഠിച്ചു. ദെൻ എയർ പൊല്യൂഷൻ, ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഡൽഹിയിലെ എയർ പൊല്യൂഷൻ കുറഞ്ഞു, വളരെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിക്ക് കുറഞ്ഞു. അല്ലേ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ലെവലെല്ലാം വളരെയേറെ ഇത്രയും കാര്യം ഡൽഹി ചെയ്യുന്നു. ഒപ്പം തന്നെ കുറെ നിയമങ്ങളുടെ ഇന്ത്യയിൽ പാസ്സാക്കി. ഡൽഹി സർക്കാർ നടപടി എടുത്തോടുകൂടി കുറച്ച് നിയമങ്ങൾ പാസ്സാക്കിയ അനുസരിച്ച് യൂറോ 2 സ്റ്റാൻഡേർഡ്, യൂറോ 4 സ്റ്റാൻഡേർഡ്, യൂറോ 6 സ്റ്റാൻഡേർഡ് ഇങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് നിയമങ്ങളും കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ ഡൽഹിയിലും മൊത്തത്തിലുള്ള പട്ടണങ്ങളിലെല്ലാം വായു മലിനീകരണം തന്നെ കുറച്ചു. ഇതിനകത്ത് CNG അഡ്വാൻറ്റേജ് ചോദിക്കും. അതുപോലെ തന്നെ ഡൽഹി എന്തൊക്കെ ചെയ്തു വേണമെങ്കിൽ ചോദിച്ചേക്കാം. ബാക്കി പെട്രോൾ ഡീസലിന്റെ മെഷർമെന്റ് ഒന്നും നമ്മുടെ ബോർഡ് എക്സാമിനും പഠിക്കും. അതിന്റെ എൻട്രൻസ് ചോദിച്ചു, എൻട്രൻസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വായു മലിനീകരണം കഴിഞ്ഞ അടുത്തത് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോളാണ്. വായു മലിനീകരണം കഴിഞ്ഞ് ജലമലിനീകരണവും അതിന്റെ നിയന്ത്രണമാണ്. ജലമലിനീകരണം മെയിൻലി ഡൺ ബൈ ഹൂം? ഹ്യൂമൻ ആക്ടിവിറ്റി. ഏത് മലിനീകരണത്തിനും മനുഷ്യനാണ് കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞു. ഇതിനെതിരെ സർക്കാർ നിയമം ഉണ്ട്. 1974 ജലമലിനീകരണ നിയന്ത്രണ നിയമം കൊണ്ടു. ദാറ്റ് ഈസ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ ആക്ട് 1974 കൊണ്ടുപോയി. ജലമലിനീകരണ നിയന്ത്രണ നിയമം 1976 കൊണ്ടുപോയി. വെള്ളത്തെ മലിനപ്പെടുത്തുന്നത് എന്താണ്? മലിനജലം എന്നുള്ള ഇംഗ്ലീഷ് വാക്കുണ്ട്. അത് മലിനജലം ഇംഗ്ലീഷ് സീവേജ് എന്നാണ്. സീവേജ്, കരമാലിന്യം, ഗാർബേജ്. ജലത്തെ മലിനപ്പെടുത്തുന്നത്, മലിനജലത്തെ സീവേജ് എന്നാണ്, ജലമാലിന്യത്തെ സീവേജ് എന്നും ഖരമാലിന്യത്തെ ഗാർബേജ് എന്നാണ്. നിങ്ങൾ വീട്ടിൽ ചപ്പിച്ചോറ വലിച്ചാൽ വേസ്റ്റ് കൂട്ടുന്നുണ്ടോ? അതാണ് ഗാർബേജ്, അല്ലേ? ഗാർബേജ്.
അപ്പോൾ രണ്ട് തരം സീവേജ് ആണ് ശരിക്കും വെള്ളത്തെ മലിനപ്പെടുന്നത്. ഒന്ന് ഡൊമസ്റ്റിക് സീവേജ്, നമ്മുടെ വീട്ടിലുണ്ടാകുന്നത്. വീട്ടിലുണ്ടാകുന്ന എന്തൊക്കെയായിരിക്കും? നമ്മൾ കുളിച്ച വെള്ളം, തുണി കഴുകിയ വെള്ളം, പൂച്ചകളെ കുളിപ്പിച്ച വെള്ളം, കന്നുകാലി കുളിപ്പിച്ച വെള്ളം, തറ കഴുകിയ വെള്ളം, അല്ലെ? പിന്നെ ഇങ്ങനെയുള്ള വെള്ളങ്ങളെല്ലാം ഒരു പഴയ വെള്ളം വീട്ടിൽ പുറത്തേക്ക് കളയുകയാണെങ്കിൽ അത് സീവേജ്, ഡൊമസ്റ്റിക് സീവേജ്. അടുത്തെന്താണ്? ഇൻഡസ്ട്രിയൽ എഫ്ലൂവന്റ്. വ്യവസായശാലയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ കാര്യങ്ങളാണ്. വ്യവസായശാല പുറത്തേക്ക് വെള്ളത്തെ വിളിക്കുകയാണ് ഇൻഡസ്ട്രിയൽ എഫ്ലൂവന്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി കുടിക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ 0.1% ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും കുടിക്കാൻ വെള്ളത്തിലാണ്. നിങ്ങൾ ഇവിടെ കണ്ടിട്ട് വെള്ളം ഗ്ലാസ്സിനകത്ത് പണ്ണീര് പോലത്തെ വെള്ളമൊന്നും പറയത്തില്ല. പക്ഷെ അതിനകത്ത് 0.1% ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ കുടിക്കുന്നില്ല. അതാണ് 0.1% ഇമ്പ്യൂരിറ്റി മേക്ക് ഡൊമസ്റ്റിക് വാട്ടർ അൺഫിറ്റ് ഫോർ ഹ്യൂമൻ യൂസ്. ഈ 0.1 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിനകത്ത് സസ്പെൻഡഡ് സോളിഡ് കാണും. സസ്പെൻഡഡ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ തങ്ങിക്കിടക്കുന്ന ഖരവസ്തുക്കൾ ഏതൊക്കെയാണ്? സാൻഡ്, സിൽറ്റ്, ക്ലേ. സാൻഡ് എന്ന് വെച്ചാൽ വലിയ മണ്ണൊന്നുമല്ല, മൺതരി കാണാൻ പറ്റത്തില്ല, പക്ഷെ മൺതരി അതിനകത്ത് കാണും. സിൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയെടുത്ത്, ക്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണിന്റെ അംശം കുടികളത്ത് കാണും. ഇനി കൊളോയിഡൽ മെറ്റീരിയൽസ്, സസ്പെൻഡ് കൊളോയിഡ് അത് ലയിച്ച് ചേർന്നുള്ളതാണ്. ലയിച്ച് ചേരാൻ സാധ്യതയുള്ള എന്നാൽ കണ്ടുകൊണ്ട് നോക്കി കാണാത്ത, ലയിച്ച് ചേരാത്ത എന്നാൽ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഹാർഡായിട്ടുള്ള വസ്തു കൊളോയിഡ്, ലൈക്ക് ഫീക്കൽ മാറ്റേഴ്സ്, വിസർജ്യ വസ്തുക്കൾ, ബാക്ടീരിയ, ക്ലോത്ത്, ഫൈബർ, പേപ്പർ, ഇതൊക്കെ അതിനകത്ത് കാണാൻ പറ്റില്ല. വളരെ പൊടിയാണ്, വളരെ വൈസ്. ഡിസോൾഡ്, ലയിച്ച് ചേർന്നിരിക്കുക. ഉപ്പ് ലയിച്ച് ചേർന്ന് കാണാൻ, പഞ്ചസാര ലയിച്ച് ചേർന്ന് കാണാൻ ഇല്ല. അതിനകത്ത് ന്യൂട്രിയൻസ് ലയിച്ച് ചേർന്നിരിക്കുക. ഏതാ ന്യൂട്രിയൻസ് ഉദ്ദേശിക്കുന്നത്? ചെടിക്ക് ആവശ്യമായ നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം നമ്മൾ കുടിക്കുന്നത് നമുക്കിതിന് അത് ജമ്മൂല കാര്യമൊന്നുമില്ല. ചെടിക്കാണ് അതൊക്കെ കാണും. അതെല്ലാം അടങ്ങിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഡിസോൾഡ്, സസ്പെൻഡ്, അതുപോലെ തന്നെയാണ് പിന്നെ കൊളോയിഡ്, 3 തരത്തിലെ മാലിന്യങ്ങൾ കാണും. വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ വിഷു വയ്ക്കാൻ സാധ്യത. അരിച്ച് മാറ്റാൻ STP ഉപയോഗിക്കാന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി വെള്ളത്തിനകത്ത് ബയോഡിഗ്രേഡബിൾ ആയിട്ട് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഒക്കെ കുറേയൊക്കെ നീക്കുന്നത് നമ്മൾ പഠിക്കാൻ രണ്ട് കാര്യമാണ്. BOD ആൻഡ് DO പഠിച്ചിട്ടുണ്ടല്ലോ. BOD, DOE അല്ലേ? എന്താ BOD? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലേ? BOD can be explained that ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. DO എന്ന് വെച്ചാൽ എന്താണ്? ഡിസോൾഡ് ഓക്സിജൻ. ഡിസോൾഡ് ഓക്സിജൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD. BOD എന്ന് പറയുന്നത് ബയോകെമിക്കൽ അഥവാ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ നീഡഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഡിസോൾഡ് ഓർഗാനിക് മാറ്റേഴ്സ് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാൻ ബാക്ടീരിയക്ക് ആവശ്യമുള്ള ഓക്സിജന്റെ അളവിനെ വിളിക്കുന്നവരാണ് BOD. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്ന BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ലിറ്റർ വെള്ളമാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വേസ്റ്റിനെ വിഘടിപ്പിക്കാൻ അവിടെയുള്ള ബാക്ടീരിയക്ക് ആവശ്യമുള്ള ഓക്സിജന്റെ അളവാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നു. ഇത് പ്യുവർ വാട്ടറാണ്. ഇത് മലിനജലമാണ്. അപ്പൊ ഏതിലാണ് കൂടുതൽ മാലിന്യമുള്ളത്? എന്ന വെള്ളത്തിലാണ്. ഇതിനകത്ത് മാലിന്യം ഇല്ല. അപ്പൊ ആർക്കാണ് BOD കൂടുതൽ വേണ്ടത്? ഇതിനാണ് കാണുന്നത്. അതിൽ കൂടുതൽ മാലിന്യമുണ്ടോ? ഇതിനകത്ത് മാലിന്യം കുറവാണ്. അപ്പോൾ ഓക്സിജൻ കുറച്ച് മതി. ഇതിനകത്ത് കൂടുതൽ വേണം. മനസ്സിലായി? 1 ലിറ്റർ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാൻ ബാക്ടീരിയക്ക് ആവശ്യമുള്ള ഓക്സിജൻ അളവിനെയാണ് BOD എന്ന് വിളിക്കുന്നത്. അപ്പൊ ജൈവവസ്തുക്കൾ അളവ് കൂടുന്നതോറും BOD കൂടും. എന്ന് വെച്ചാൽ വെള്ളം എത്രത്തോളം മലിനപ്പെടുന്നോ അതിനകത്ത് എന്ത് കൂടും? BOD കൂടും. അപ്പൊ അതിനകത്ത് ലയിച്ചിരിക്കുന്ന ഓക്സിജൻ അളവ് കുറഞ്ഞിരിക്കും. അപ്പോൾ മലിനജലത്തിൽ BOD കൂടുതലായിരിക്കും, DO കുറവായിരിക്കും. ശരിയല്ലേ? മലിനജലത്തിൽ BOD കൂടുതലായിരിക്കും, DO കുറവായിരിക്കും. മാലിന്യം കൂടുമ്പോൾ ഓക്സിജൻ ഉപയോഗിച്ച് നിർത്തുകൊണ്ടിരിക്കും. പ്യുവർ വാട്ടർ ആണെങ്കിൽ BOD കുറവായിരിക്കും, DO കൂടുതലായിരിക്കും. ശരിയല്ലേ? ഇത് വളരെ ഓക്സിജൻ ലയിച്ചിരിക്കുകയാണ്. അതൊന്നും എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇത് മാലിന്യമില്ല. മാലിന്യം ഉണ്ടായാൽ ആരും തന്നെ ബാക്ടീരിയ എടുത്തന്നെ. ഇപ്പൊ പ്യുവറായ വെള്ളത്തിൽ BOD എന്ന് പറയാൻ വളരെ കുറവായിരിക്കും. ആണെന്ന് ബാക്കി ഓക്സിജൻ വേണ്ട. പക്ഷെ ഡിസോൾഡ് ഓക്സിജൻ കൂടുതലായിരിക്കും.
മലിനജലത്തിനകത്ത് ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാൻ ബാക്ടീരിയ കാണും, അതുള്ള ഓക്സിജൻ ഊറ്റിയെടുക്കും അല്ലേ. അപ്പൊ എത്രത്തോളം ഓക്സിജൻ വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബിഒഡി കൂടുതൽ വേണമെന്നാണ്. അപ്പൊ അതിന് ഡിസോൾട്ട് ഓക്സിജൻ കാണുന്നില്ല. അതാണ് മലിനജലത്തിൽ ബിഒഡി കൂടുതലും ഡിഒ കുറവായിരിക്കും, പ്യൂർ വാട്ടറിനകത്ത് ബിഒഡി കുറവും ഡിഒ കൂടുതലായിരിക്കും. അത്രയും മനസ്സിലായല്ലോ. ഇത് പഠിക്കാൻ പോകുന്നത് വാട്ടർ ബോഡിയിൽ മലിനജലം കലങ്ങിയാൽ എന്ത് സംഭവിക്കുന്നതാണ്. ഒരു നദി ഒഴുകുകയാണ്, ശുദ്ധമായ വെള്ളമാണ്, പ്യൂർ വാട്ടറാണ്. അപ്പൊ ഇതിനകത്ത് ബിഒഡി വളരെ കുറവ്, ഡിഒ വളരെ കൂടുതൽ, ശുദ്ധവെള്ളമല്ല. അപ്പോഴിവിടെ ഒരു ഫ്ലാറ്റ് സംബന്ധിച്ച് ഒരു പട്ടണം ഫ്ലാറ്റ് കലക്കുക, അവിടെ നിന്ന് ജൈവവസ്തുക്കളെല്ലാം കൂടെ ഒന്ന് കലങ്ങുന്നത്, വെള്ളം എല്ലാം കൂടെ ഒന്ന് കലങ്ങി, ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് വെള്ളം എല്ലാം കൂടെ ഒന്ന് കലങ്ങി നദിയിലോട്ട് കലങ്ങിയാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പോയിന്റ് ഓഫ് ഡിസ്ചാർജ് എന്നുള്ളത്, പോയിന്റ് ഓഫ് ഡിസ്ചാർജ്. അപ്പൊ മലിനജലങ്ങളെല്ലാം കലങ്ങിയോ പെട്ടെന്ന് ഇവിടെ നിന്ന് സംഭവിച്ചിട്ടാണ് ബിഒഡി കൂടി, ആണ് വേസ്റ്റ് ആര് കുറഞ്ഞു, ബിഒ കുറയുകയും ചെയ്തു. ആര് കുറച്ചു? കാരണം വേസ്റ്റ് ഒന്നും കലങ്ങില്ല, ബാക്കിയുള്ള ഓക്സിജൻ കൊണ്ട് ആവശ്യപ്പെടുകയാണ്, ഡിമാൻഡ് ചെയ്യുക. കാരണം ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ഓക്സിജൻ വേണം. സോ ബിഒഡി അങ്ങോട്ട് കൂടുകയാണ്, ഉള്ള ഓക്സിജൻ അങ്ങ് എടുത്തു, അങ്ങനെ അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകുന്നതനുസരിച്ച് ബാക്കിയുള്ള പ്രവർത്തനപരമായിട്ട് എന്ത് ചെയ്യും? ജൈവവസ്തുക്കളെല്ലാം അഴുകി വെള്ളം വീണ്ടും എന്തായി? ശുദ്ധമായി അല്ലേ. വെള്ളം ശുദ്ധമാണ്, കാരണം ബാക്കി അതിനെ വീഴ്ചിട്ടിരിക്കുകയല്ലേ. അപ്പോഴത്തേക്ക് വീണ്ടും എന്തും കൂടി? ഡിഒ കൂടി, ബിഒഡി കുറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഡിസ്ചാർജ് ബിഒഡി കൂടിയും ഡിഒ കുറയുകയും ചെയ്യും. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും ആ അവസ്ഥ തിരിച്ചു വരും. എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ജൈവവസ്തുക്കൾ ആര് വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്? ബാക്ടീരിയ. സ്വാഭാവികമായിട്ട് ഇവിടെ വെള്ളം ശുദ്ധമായി, 2 കിലോ ബോഡി ചെയ്യുമ്പോൾ വെള്ളം ശുദ്ധമായി, കാരണം ബാക്ടീരിയ വിഘടിപ്പിച്ച് വൃത്തിയാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിഒ കൂടും, ബിഒഡി കുറയും. സംഭവം മനസ്സിലായി. ഇത് വെച്ച് വ്യാപ്യം വരയ്ക്കാൻ പോകും, അതാണ് പ്രധാനം. ഇത് പഠിക്കണം, പുസ്തകത്തിലുണ്ട്. ഗ്രാഫ് നമുക്ക് വരച്ചു നോക്കാം. ഇങ്ങോട്ട് നദി ഒഴുകുക, ഫ്ലോ. ഈ ഒരു കോൺസെൻട്രേഷൻ എന്തിന്റെ? ബിഒഡിയുടെ പ്യൂർ വാട്ടറാണ്. ഇതൊക്കെ പ്യൂർ വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികം എന്ത് കൂടുതലാണിത്? ഡിഒ വളരെ കൂടുതൽ, ബിഒഡി വളരെ കുറവ്. ഇതാ ഇവിടെയാണ് നല്ല ജലം വീണത്. ഇപ്പൊ പോയിന്റ് ഓഫ് ഡിസ്ചാർജ് ഗ്രാഫാണ്. താന്നു, ആര് താന്നു? ഡിഒ താന്നു. കൂടി, ആര് കൂടി? ബിഒഡി കൂടി, കാരണം വേസ്റ്റ് ബിഒഡിയും കൂടി. ഇത് നദി ഇങ്ങനെ ഒഴുകുകയാണ്, ഒഴുകി പതുക്കെ ബിഒഡി കുറഞ്ഞിക്കാൻ വന്നു, നദി ഒഴുകുകയാണ്. അത് പതുക്കെ ഡിഒ കൂടി. ശരിയല്ലേ? അത് നേരത്തെ വരച്ചു. ശരിയാണ്. What is the reason for the increase of DO? Because the waste was removed by bacteria by decomposition. ഈ പരീക്ഷയ്ക്ക് ഈ ഗ്രാഫ് കൊടുത്തിട്ട് ഇതൊന്ന് വായിച്ചേ. What is the line A? What is the line B? ഞാൻ ചോദിക്കും, ഈ ലൈൻ ഏതൊക്കെ? അപ്പൊ നിങ്ങൾ പുറമോട്ട് എടുക്കും. ഇത് ശുദ്ധ ചെയ്താണല്ലോ. അപ്പൊ ഇവിടെ ഡിഒഡി ആയിരിക്കും, അല്ല ഡിഒ ആയിരിക്കും കൂടിയിരിക്കും. ബിഒഡി മനസ്സിലായില്ലേ? ഗ്രാഫ് തെറ്റിപ്പോയത്. ദിസ് ഇസ് ഡിഒ, ദിസ് ഇസ് ബിഒഡി. ഇത് താഴ്ന്നു, ഇത് പൊങ്ങുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോ. ഇനി വീണ്ടും പറയാനുള്ളത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലവരും കാണാം എന്നുള്ളതാണ്. ഇനി ഇംഗ്ലീഷ് ദ ന്യൂട്രിയൻ കോസ് ഹൈ ഗ്രോത്ത് ഓഫ് പ്ലാന്റോണിക് ആൽഗി. നിങ്ങൾ നാട്ടിലൊരു
നദികൾ, നിങ്ങൾ ഒരു അക്വേറിയം, ഞാൻ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു അക്വേറിയത്തിനകത്ത് കുറച്ചൊരു ടാങ്ക് ഉണ്ടാക്കി, അക്വേറിയം ഉണ്ടാക്കി, അത് 2 മീനിട്ട് ശുദ്ധ ജലമാണ്, 2 മീനുമാണ്. നിങ്ങൾ 2 മീനിനുള്ള ഭക്ഷണം മാത്രമേ അത് ഇടുന്നുണ്ടെങ്കിൽ ഇടുന്ന ഭക്ഷണമെല്ലാം മീൻ എടുക്കുന്നു, അത് ജീവിച്ചു. പക്ഷെ നിങ്ങൾ 3 മീനുള്ള ഭക്ഷണം അത് ഇടുകയാണെങ്കിൽ ഒരു ഫിഷിൻ്റെ ഫുഡ് അവിടെ വേസ്റ്റ് ആവില്ലേ? അത് വെള്ളത്തിലോട്ട് കലങ്ങുമ്പോൾ വെള്ളം എന്തായി? ന്യൂട്രിയൻ്റ് റിച്ച് ആവും. ഒരാഴ്ച കഴിയുമ്പോൾ അത് പായൽ വരും. ശരിയല്ലേ? ഇപ്പൊ പ്യൂർ വാട്ടർ ഒരിക്കലും പായൽ വളരുന്നില്ല. പായൽ വളരണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? അതിന് ജീവിക്കാനുള്ള ന്യൂട്രിയൻസ് വേണം. അപ്പൊ നിങ്ങൾ ന്യൂട്രിയൻസ് ഇട്ട് കൊടുത്താൽ അത് പായൽ വളരും. അതുകൊണ്ടാണ് കുളങ്ങളെല്ലാം നമ്മൾ മലിനപ്പെടുത്തി കഴിഞ്ഞാൽ അത് ധാരാളം പായലെല്ലാം വളർന്ന് വൃത്തിയാണ്. സോ ഇൻക്രീസ്ഡ് ന്യൂട്രിയൻ കോസ് ദ ഹൈ ഇൻക്രീസ് ഇൻ ദ പ്ലാന്റോണിക് ആൽഗ. സൂക്ഷ്മങ്ങളായ സസ്യങ്ങളാണ് പ്ലാന്റോണിക് ആൽഗ എന്ന് വിളിക്കുന്നത്. ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളത് അതിനെ വിളിക്കുന്നവരാണ് ആൽഗൽ ബ്ലൂം. ആൽഗൽ ബ്ലൂം പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ ആൽഗൽ ബ്ലൂം പഠിച്ചിട്ടുണ്ട്. സൈനോ ബാക്ടീരിയയുടെ ഭാഗത്ത് സൈനോ ബാക്ടീരിയ വാട്ടർ ബോഡി ഓർഗനൈസേറ്റീസ് കണ്ട് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. പ്ലാന്റോണിക് ആൽഗയാണ്. അത് സൈനോ ബാക്ടീരിയ ആകാം, ബാക്ടീരിയ എന്തും ആയിക്കോട്ടെ. വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ആൽഗൽ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള സൂക്ഷ്മ സസ്യങ്ങൾ വളരുന്നതിനാണ് ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുന്നത്. വെള്ളം മലിനപ്പെട്ടാലാണ് ഇവ വർദ്ധിക്കുക എന്ന് മനസ്സിലായല്ലോ. ഇനി വെള്ളം മലിനപ്പെട്ട ആൽഗ വർദ്ധിക്കുന്ന പ്രക്രിയ ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറ്റില്ല എന്താണ് സംഭവിക്കും? ഇറ്റ് വിൽ ഡിക്രീസ് ദ വാട്ടർ ക്വാളിറ്റി. സംശയമൊന്നുമില്ല, വെള്ളത്തിന്റെ ക്വാളിറ്റി പോകും. ഇൻക്രീസ് ദ ഫിഷ് മോർട്ടാലിറ്റി. മത്സ്യസമ്പത്ത് നശിക്കും, മത്സ്യങ്ങൾ ചാകാനിടയാകും. അതെങ്ങനെയാണ്? വെള്ളത്തിൽ ആൽഗ വർദ്ധിച്ചാൽ മത്സ്യങ്ങൾക്ക് നല്ലതല്ലേ? നല്ലതാണോ എന്ന് പറയാൻ, നിങ്ങൾ ഈ തിരുവല്ലം എന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അവിടെ ആകെ ബലിയിടാനൊക്കെ ഈ ബലിയിട്ട് കഴിഞ്ഞ ശേഷം ഉള്ള ചോറും ഇലയെല്ലാം കൂടെ ആ നദിയിലങ്ങ് വാരിയെറിയുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നദി അങ്ങ് മലിനപ്പെട്ടതിന് ശേഷം ആളുകളെല്ലാം വർദ്ധിക്കുമ്പോൾ ചത്തു പോകും മത്സ്യങ്ങൾ. എന്താ കാര്യം എന്ന് പറയട്ടെ, പകൽ സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? ഫോട്ടോസ് നടത്തും. എന്ത് പുറത്തു? ഓക്സിജൻ. മത്സ്യങ്ങൾക്ക് അടിപൊളി നല്ല ഓക്സിജൻ കിട്ടും. രാത്രിയാകുമ്പോൾ സംഭവിക്കും, മത്സ്യങ്ങളും ശ്വസിക്കും, ആൽഗകളും ശ്വസിക്കും. പക്ഷെ എന്ത് നടത്തില്ല? ഫോട്ടോസ് ഒന്നും നടത്തത്തില്ല. അപ്പോൾ സസ്യങ്ങൾ പുറത്തേക്ക് ഇടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മത്സ്യങ്ങൾ പുറത്തേക്ക് ഇടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് പരമാവധി കൂടും. പക്ഷെ ഒരു കാര്യമുണ്ട്, സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറഞ്ഞാലും കൂടിയാലും വലുതായിട്ട് ബാധിക്കത്തില്ല. കാരണം അവയ്ക്ക് നമ്മളെ പോലെയുള്ള ഒരുപാട് അവയവങ്ങളില്ല, ഹാർട്ടില്ല, ബ്രെയിൻ ഇല്ല, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതുകൊണ്ട് ഓക്സിജന്റെ സപ്ലൈ കുറഞ്ഞാലും കുഴപ്പമില്ല, അവ നശിക്കത്തില്ല. പക്ഷേ മത്സ്യങ്ങൾക്കൊക്കെ നല്ല അളവിൽ ഓക്സിജൻ വേണം അല്ലേ? അവയ്ക്ക് വെള്ളത്തിൽ ഓക്സിജൻ ഇല്ല, കാര്യം ഫുള്ള് കാർബൺ ഡൈ ഓക്സൈഡ്, അത് കത്താൻ. അങ്ങനെയാണ് ഫിഷിന്റെ അളവ് കുറയുന്നത്. ദെൻ കളർ ചേഞ്ച്. പായലെന്ന വെച്ചാൽ നമുക്ക് അറിയാമല്ലോ. ദെൻ ട്രബിൾ ബൈ വാട്ടർ ഹയാസിന്ത്. മോസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, വാട്ടർ ഹയാസിന് പഠിച്ചല്ലേ? ടെറർ ഓഫ് ബംഗാൾ. അതിന്റെ കാരണം എന്താണ്? വെള്ളം മലിനപ്പെടുകയാണ്. സോ വാട്ടർ ഹയാസിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ് ഈസ് ദ ടെറർ ഓഫ് ബംഗാൾ. ഏറ്റവും ശല്യം ഉണ്ടാക്കുന്ന ഒരു കളയാണ് വെള്ളത്തിലെ ടെറർ ഓഫ് ബംഗാൾ. നിങ്ങള് ഇവിടെ ആക്കുളം കാര്യങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. പണ്ട് ബോട്ടിംഗ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആ വെള്ളം അവിടെ കരയാന്നറിയാൻ വയ്യാതെ നിറഞ്ഞു കിടക്കണം. യൂട്രോഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മലിനപ്പെടുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ. അത് മൂലം ഉണ്ടാകുന്നതാണ് ആൽഗൽ ബ്ലൂം. അതായത് വെള്ളത്തിലേക്ക് ജൈവവസ്തുക്കൾ അലിഞ്ഞു ചേർന്ന് ആൽഗകൾക്ക് ജീവിക്കാൻ പറ്റിയ ന്യൂട്രിയന്റ് സൊല്യൂഷനായി മാറുന്ന ആ പ്രക്രിയ വിളിക്കുന്നവരാണ് യൂട്രോഫിക്കേഷൻ. വാട്ട് ഈസ് യൂട്രോഫിക്കേഷൻ? വാട്ട് ഈസ് ആൽഗൽ ബ്ലൂം? Pure water become pollutant by the addition of phosphorus and nitrogen is called eutrophication,
And as a result of eutrophication, algal began to increase. That is called algal bloom. എന്ത് വർദ്ധിക്കുന്നതിന് ബ്ലൂം എന്ന് വിളിക്കും. ഇൻക്രീസ് ഓഫ് എനിത്തിങ് ഇസ് ബ്ലൂം. ആൽഗൽ ബ്ലൂം. വെള്ളത്തിൽ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് ആകുന്നത് എന്താ, ജൈവവസ്തുക്കൾക്ക് കലങ്ങുമ്പോൾ നിങ്ങൾ ഇടുന്ന വേസ്റ്റും മറ്റും എല്ലാവരും വെള്ളത്തിൽ നിന്ന് കലങ്ങി അഴുകി വെള്ളം നല്ല ന്യൂട്രിയന്റ് ആകുമ്പോഴേക്കും കലങ്ങുമ്പോഴേക്കും അവിടെ ആൽഗകൾ വർദ്ധിക്കും. അപ്പം വെള്ളം കലങ്ങി അത് ന്യൂട്രിയൻ റിച്ച് ആകുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് വർദ്ധിക്കുമ്പോൾ അതിന് യൂട്രോഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ആൽഗൽ ബ്ലൂം. മനസ്സിലായല്ലോ? പുസ്തകത്തിൽ ഒരു കുളത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്, കണ്ടാൽ തിരിച്ചറിയാൻ പാടാണ്. ഇതിനെക്കുറിച്ച് അങ്ങോട്ട് എടുത്തിടാൻ. Then sewage from home, hospital with the pathogen cause the breakdown of diseases such as cholera, typhoid, dysentery and jaundice. ഒരു ആശുപത്രിയിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം അവിടെ കുളത്തിൽ വന്ന് കലങ്ങി ആ വെള്ളം മനുഷ്യൻ കുടിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ കേരളത്തിലല്ലേ ഇത്ര കോമൺ, തമിഴ്നാട്ടിലൊക്കെ കുളത്തിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് ആൾക്കാർ. ആ കുളത്തിന്റെ വരത്ത് തന്നെയാണ് കന്താരം കുളിപ്പിക്കുന്ന തുണി എഴുതുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു വലിയ കുളമായതുകൊണ്ട് വലിയ മാലിന്യങ്ങളൊക്കെ വരാത്തതുകൊണ്ടും പിന്നെ ഇത്രയൊക്കെ കുറച്ച് മാലിന്യങ്ങളൊക്കെ ജലാശയം തന്നെ അവിടെയുള്ള ബാക്കി തന്നെ വീടിപ്പിച്ച് കളയും. പക്ഷേ മാലിന്യം കുന്നുകൂടി കഴിഞ്ഞാൽ ബാക്കി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, വെള്ളം വരാം. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള വെള്ളത്തിലേക്ക് മെഡിക്കൽ കോളേജിലുള്ള വേസ്റ്റ് അവിടെ ഇടുന്നെങ്കിലോ അത് വെള്ളം കുടിക്കാനിടയിൽ കഴിഞ്ഞുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്? കോളറ, ഡിസെൻട്രി, ടൈഫോയിഡ്, ജോണ്ടിസ്. ചോദിക്കും വെള്ളം മല്ലപ്പെടുന്ന വഴി ഉണ്ടാകുന്ന 4 രോഗങ്ങളുടെ പേരെന്ത്? കോളറ, ടൈഫോയിഡ്, ഡിസെൻട്രി, ജോണ്ടിസ്. ഇതിന്റെ ലക്ഷണമൊന്നും പറയേണ്ട കാര്യമില്ല. ജോണ്ടിസ് മഞ്ഞപ്പിത്തമാണ്, ടൈഫോയിഡ് നിങ്ങൾക്ക് അറിയാം, ഡിസെൻട്രി വയറിനടി, കോളറ വയറിളക്കം. ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഫ്രോം പെട്രോളിയം. ഒരു വ്യവസായശാലയിൽ വർദ്ധിക്കുന്ന വെള്ളത്തിനകത്ത് എന്ത് വരും? മെഡിക്കോളിൽ നിന്ന് വെള്ളത്തിനകത്ത് രോഗാണുക്കളാണ്. വ്യവസായശാല കെമിക്കലായിരിക്കും. എന്തൊക്കെ കെമിക്കൽ നോക്കൂ? പെട്രോളിയം കാണും, പേപ്പർ കാണും, മെറ്റൽ കാണും. കെമിക്കൽ ഇൻഡസ്ട്രീസ് റിലീസസ് ടോക്സിക് സബ്സ്റ്റൻസസ്, ഹെവി മെറ്റൽ. രാസവസ്തുക്കൾ കാണും, അതിൽ ഹെവി മെറ്റൽ പോലെയുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് കാണും. അതൊക്കെ ഹെവി മെറ്റൽ മെർക്കുറി, കാഡ്മിയം, കോപ്പർ, ലെഡ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം ഉണ്ടായി. വ്യവസായശാലയിൽ പുറത്ത് പെട്രോൾ യന്ത്രം പ്രവർത്തിക്കുന്ന പെട്രോളിന്റെ വേസ്റ്റ് കാണും. ദെൻ പേപ്പർ വേസ്റ്റ്, ദെൻ പെട്രോളിയം, മെറ്റൽ, കെമിക്കൽസ് കാണും. ദെൻ റിലീസസ് ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ഹെവി മെറ്റൽസ് ഇതെല്ലാം കാണും. ഇത് വെള്ളത്തിൽ കലങ്ങിയാൽ സംഭവിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ബയോളജിക്കൽ ബാക്ടീരിയേഷൻ അഥവാ ബയോബാക്ടീരിയേഷൻ. ഇപ്പൊ നിങ്ങളിപ്പം എന്താ പറഞ്ഞ കഥ, നിങ്ങളിപ്പോ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ട തോന്നിക്കഴിഞ്ഞാൽ എന്ന് ശരീരം കഴിച്ചിട്ട് വേണ്ട, ശരീരത്തിന് സ്വീകരിക്കാൻ വയ്യാതെ ഛർദ്ദിക്കും, അല്ലെങ്കിൽ വയറിളക്കും, ചില വെളിക്കളയും. ഇനി നമ്മുടെ ബോഡിക്കുള്ളിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാലും അത് വിയർത്ത് പോകും, മൂത്രത്തിലൂടെ പുറത്തു പോകും. പിന്നെ നിങ്ങൾക്ക് സംഭവിക്കും, ബ്ലഡിനകത്ത് കലങ്ങിയ മൂത്രത്തിൽ പുറത്തു പോകും, വിയർത്തിൽ പുറത്തു പോകും, ഛർദ്ദിച്ചു പോകും, വയറിളകി പോകും. ചില വസ്തുക്കൾ ചിലപ്പോൾ ബോഡിക്ക് തങ്ങിയാൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം പഴുത്ത് ഗുരുവായിട്ട് പുറത്തു. ഈ പരുവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോഡിയിൽ എന്തെങ്കിലും സ്ഥിരമായി മുട്ട കഴിച്ചുകൊണ്ടിരിക്കും. ഈ ആൽബമിന്റെ കളർ കൂടുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു കുഴികൾ വന്ന് പഴുത്ത് കൂട്ടി പുറത്തു. ആ വേസ്റ്റ് വെളിക്കളയാണ്. അത് ശരിക്കും എന്നാൽ ചില കെമിക്കൽസ് ഉണ്ടല്ലോ ഒരിക്കലും പുറത്തു പോകത്തില്ല. അത് ബോഡിയിൽ ഇങ്ങനെ കൂടി ഡെപ്പോസിറ്റ് നെയ്തർ എക്സ്ക്രീറ്റഡ് നോർ മെറ്റബോളൈസ്ഡ്. സം കെമിക്കൽസ് ലൈക്ക് DDT or mercury etc. when enter into your body or into food chain. Food chain പ്രവേശിച്ചാൽ ബോഡി പ്രവേശനം നടത്താം. ഇറ്റ് നെയ്തർ എക്സ്ക്രീറ്റഡ് നോർ മെറ്റബോളൈസ്ഡ്. അത് പുറത്തു പോകത്തുമില്ല, മെറ്റബോളിസം വിധേയമാകത്തില്ല. അപ്പൊ മെറ്റബോളിസം വിധേയമായി നശിച്ചു. ഇപ്പൊ ഗ്ലൂക്കോസ് കഴിക്കുകയാണ്, അത് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ ബോഡി ഇരിക്കുന്നത് അല്ല, മെറ്റബോളിസം വിധേയമായി കാർബൺ ഡൈഓക്സൈഡ് വാട്ടറായിട്ട് കഴിയും. നോ പ്രോബ്ലം. ഇതുപോലെ മെർക്കുറി ഒന്നും കാർബൺ ഡൈഓക്സൈഡ് വാട്ടറായിട്ടൊന്നും മെറ്റബോളിസം പോകത്തില്ല. അത് അവിടെ തന്നെ ഇരിക്കും, പുറത്ത് പോകത്തില്ല. വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ നേരത്തെ കഴിച്ചതും ഇപ്പോൾ കഴിച്ചോണ്ട് അവിടെ ഡെപ്പോസിറ്റ് കൂടി വരും. അതിനെ വിളിക്കുന്ന പേരാണെന്ന് ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. വിഷയം നോക്കിയോളൂ. In aquatic food chain, it is increasing the concentration of the toxicant in successive tropic level. These chemicals will not be metabolized or excreted, which passes from one level to another. ഒരു ലെവലിൽ മറ്റു ലെവലിലേക്ക് പോകുന്നവർക്ക് ഒരിക്കലും എക്സ്ക്രീറ്റ് ചെയ്ത് പോകത്തില്ല, പകരം കൂടി പോകും. ഇപ്പൊ പുല്ലിനകത്തുള്ളത്, പുല്ലിനകത്ത് 1 യൂണിറ്റ് ഡീഡിക്കണമെന്ന് വെച്ചോളൂ, ഒരു നെൽച്ചെടിക്കകത്ത് 1 യൂണിറ്റ് ഡീഡിക്കണമെന്ന് വെച്ചോളൂ. ഒരു പശു 10 നെൽച്ചെടി ഇടുമ്പോൾ അതിന്റെ ശരീരത്തിൽ 10 യൂണിറ്റ് അല്ലേ.
ഈ 10 പശുക്കളെ ഒരു സുമം തിന്നുമ്പോഴത്തേക്ക് സുമത്തിന്റെ സൈസ് 100 യൂണിറ്റ്. അപ്പോൾ ഓരോ ലെവല് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടി കൂടി വരും. അതാണ് പുല്ലിനകത്ത് ഒരു യൂണിറ്റ് ഉണ്ട്. ഒരു പുൽച്ചാടി തിന്ന് 3 പുല്ല് കിട്ടും. അപ്പോൾ പുൽച്ചാടി ചേർത്ത് 3 യൂണിറ്റ് ആയി. അങ്ങനെയുള്ള 3 പുൽച്ചാടി ഒരു തവള ചേർത്ത് 9 യൂണിറ്റ് ആയി. അങ്ങനെയുള്ള 9 തവളകളെ ഒരു പാമ്പിന് 81 യൂണിറ്റ് ആയി പാമ്പിന് ശരീരം. അങ്ങനെ 2 പാമ്പിന് നമുക്ക് കലത്തിന് ചേർത്ത് 182 യൂണിറ്റ് ആയി. അതിന്റെ കണക്ക്. സോ അപ്പൊ എന്താ പറയുന്നത്? When a heavy metal or mercury etc. enter into a food chain, it is neither excreted nor metabolized. Its amount will be increasing as passing from lower level to higher level. It is called biomagnification or biological magnification. അതിന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ DDT ഞാൻ വട്ടത്തിൽ വയ്ക്കും. വട്ടത്തിൽ വരികയാണ് വെള്ളത്തിനകത്ത് 0.003 ppb. ppb പാർട്ട് ബില്യനാണ്. ബില്യൻ DDT ഉള്ളു ചെറിയ അളവാണ് വെള്ളത്തിനകത്ത്. 0.003 ppb എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബില്യൺ വാട്ടർ മോളിക്യൂളിനകത്ത് 0.003 വളരെ ചെറുതാണ്. ഇനി ഈ വെള്ളത്തിനകത്ത് ചില സൂപ്ലാങ്ക്ടൺസ് ഉണ്ടെന്ന് വെച്ചോളൂ. സൂപ്ലാങ്ക്ടൺസ് വാട്ടർ. അപ്പൊ സൂപ്ലാങ്ക്സ് ചെയ്യുന്നത് 0.04 വരും. എന്താ 0.04 വരുന്നത്? ഇത് വെള്ളം കുടിക്കുന്നു, പുറത്തോട്ട് പോകുന്നു, വെള്ളം കുടിക്കുന്നു, പുറത്തു പോകുന്നു. പുറത്തും അകത്തുനിന്ന് 0.003 എവിടെ പുറത്തോട്ട് കുടിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യും. വെള്ളം മാത്രം ശുദ്ധമായിട്ട് പുറത്തു പോകും. ഈ DDTയോട് കൂടി വെള്ളം കുടിക്കുന്നു, പക്ഷെ വെള്ളം മാത്രമേ പുറത്തു പോകുന്നത് DDTയോടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ സൂപ്ലാങ്കിനെ ചെറിയ മത്സ്യങ്ങൾ പിടിച്ചിരുന്നു. സ്മാർട്ട് ഫിഷസ്. അപ്പൊ അതിന് ശേഷം എത്രയായിരുന്നു? 0.5 ppm. 0.0 പറയാനോടെ എത്തിയപ്പോൾ കാരണം ഇത് ഒരുപാട് നല്ല ഒരു മത്സ്യം 5 സൂപ്ലാങ്ക് ഒരു ദിവസം നിന്ന് വെച്ചോളൂ. പക്ഷെ അതിന്റെ ജീവിതകാലം മുഴുവൻ നിർത്തിയില്ല, കൂടി. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ ചെറിയ മത്സ്യത്തെ ഒരു വലിയ മത്സ്യം പിടിക്കാൻ ശ്രമിച്ചു. ബിഗ് ഫിഷ്. വലിയ മത്സ്യത്തെ 2 ppm ആയി മാറും. വലിയ മത്സ്യത്തെ ചെറിയ മത്സ്യത്തിൽ വലിയ മത്സ്യം പിടിച്ചു. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ വലിയ മത്സ്യത്തെ പരുന്ത് പിടിച്ചു പറ്റുമോ? ഒരു പരുന്ത് പിടിച്ച് തിന്നുവാണെങ്കിൽ പരുന്തിന് ശരീരത്തിൽ ഇത് 25 ppm ആയി. കാര്യം ഇയാൾ ദിവസം ചെന്ന് ഓരോ മീനെ തിന്നും. ഒരു മീനെ 2 കിട്ടും. അങ്ങനെ 12 മീനെ 25 12 മീനാണ് തിന്നുന്നത്. ഇത് കണ്ടിട്ടുള്ള കാര്യമാണ്. എന്തിനും ശല്യം പരിശോധിച്ചാണ് ഇതിനെ വിളിക്കാവുന്നതാണ് ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. വളർന്നല്ല പുസ്തകം പറഞ്ഞിട്ട് തരാം. സോ ഇത് മനസ്സിലാക്കുക DDT. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ DDT ഭക്ഷ്യ ശരീരത്തിനാണ് ദോഷം തരുന്നത്. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഇൻക്രീസിംഗ് DDT ഇൻ ദ ബേർഡ്സ് ബോഡി? ഈ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ DDT will prevent the calcium metabolism. കാൽഷ്യം മെറ്റബോളിസത്തെ തടയും. ഭക്ഷ്യ ശരീരത്തിലുള്ള കാൽഷ്യം മെറ്റബോളിസം തടയും. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം കാൽഷ്യം നിങ്ങളുടെ മെറ്റബോളിസം നിങ്ങളുടെ കാൽഷ്യം നിങ്ങളുടെ ശരീരം സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലും പല്ലും ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. പക്ഷിയുടെ ശരീരത്തിൽ കാൽഷ്യം അതിന്റെ ബോഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പക്ഷി കഴിയാതായിരിക്കും. അപ്പോൾ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ പക്ഷികൾ മുട്ടയിടുന്നത് കട്ടിയുള്ള തോടിലല്ലേ, കാൽഷ്യം കാർബണേറ്റ് അല്ലേ.
അപ്പൊ ഈ പച്ചയുടെ മുട്ടയ്ക്കൊന്നും തോട് കാണത്തില്ല. തോടില്ലാത്ത ഈ മുട്ട എന്ത് ചെയ്യും? പെട്ടെന്ന് പൊട്ടിപ്പോകും. സിൻസ് their egg will be without a shell and they will rupture or break by simple pressure. ചെറിയ ഒരു കൊണ്ടുതന്നെ മുട്ട നശിച്ചു. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് പോപ്പുലേഷൻ വിൽ ഡിക്രീസ്. ഇറ്റ് വിൽ ഡിക്രീസ് ദ വേൾഡ് പോപ്പുലേഷൻ. മുട്ടകൾ പൊട്ടിപ്പോകുന്നതിന് ഫലമായിട്ട് അവയുടെ പോപ്പുലേഷൻ കുറയും. അതാണ് പ്രശ്നം. പരിശോധിക്കും വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ദ ഇൻക്രീസ്ഡ് DDT in the bird's body. It will prevent calcium metabolism and its eggs are disturbed or broken prematurely and leading to the decrease of the bird population. അത് വളരെ ഇമ്പോർട്ടൻ്റ് പരിശീലിക്കും. ഇതിനോട് പഠിക്കുന്നത് യൂട്രോഫിക്കേഷൻ എന്നാണ്. നേരത്തെ പറഞ്ഞു യൂട്രോഫിക്കേഷൻ. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഏജിങ് ഓഫ് വാട്ടർ ബോഡി ബൈ ദ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ്. നാച്ചുറൽ ഏജിങ് ആണ്. നിങ്ങളൊരു കുളം നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ജൈവവസ്തുക്കളെ കൊണ്ട് ഇടുവാണെങ്കിൽ പതുക്കെ 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 ഏജിങ്ങിനെത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിച്ചു നടത്തുന്നതാണ്. ബൈ യൂട്രോഫിക്കേഷൻ ബൈ ദ എൻറിച്ച്മെന്റ് ഓഫ് ദ ന്യൂട്രിയന്റ്. ജൈവവസ്തുക്കളെല്ലാം കലങ്ങി, ന്യൂട്രിയന്റുകൾ കലങ്ങി, വളങ്ങൾ കലങ്ങി ചേർന്ന് അത് നശിക്കും. നിങ്ങൾക്ക് മനസ്സിലായി ശുദ്ധമായ ജലാശയത്തിലേക്ക് ശുദ്ധമായ ജലം അതിനകത്തെങ്കിൽ അതിനകത്ത് ആളുകളൊന്നും പണ്ടത്തില്ല. പക്ഷെ അതിനകത്ത് നിങ്ങൾ ജൈവവസ്തു കൊണ്ട് കലക്കി നോക്കും, വെള്ളം മഞ്ഞപ്പെടും, ആൽഗകൾ വളരാം. ആൽഗ വളരാകുമ്പോഴത്തേക്ക് വേറെ ചെടികൾ വരും. പതുക്കെ പതുക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലെയുള്ള സംഭവങ്ങളാണ്. ഏതാ പഠിച്ചത്? ഹൈഡ്രോളജി കണ്ടീഷൻ. അതുപോലെ കാര്യങ്ങൾ അങ്ങനെ നശിച്ചു പോകണം. ഹൈഡ്രോളജിനകത്ത് അത് സംഭവിക്കുന്നത് ഹൈഡ്രോളജി സംഭവിക്കുന്നത് തന്നെയാണല്ലേ. ഇനി സ്മാൾ ലേക്ക് വിത്ത് കോൾഡ് വാട്ടർ ആൻഡ് സ്മാൾ ലിവിംഗ് ഓർഗൻസ്. ചെറിയ ജലാശയത്തിനകത്ത് തണുത്ത വെള്ളവും ലിവിംഗ് ഓർഗൻസും ആയിരിക്കും. സ്ട്രീം മൂവ് ടു ദ ഇറ്റ്സ് ഇൻക്രീസ് നൈട്രജൻ. അതിനകത്ത് ഒരു നദി വന്ന് ചേരുവാണെങ്കിൽ അതിനകത്ത് വലിയ അളവിൽ നൈട്രജൻ ഫോസ്ഫറസ് വന്നു ചേരും. ഇറ്റ് എൻകറേജ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്. അങ്ങനെ 100 വർഷം കൊണ്ട് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് water will be filled with silt and organic residue and water body will be replaced with warm water and it will become marshy area. Then floating plants will appear and finally it will become a forest by successions by thousands of years. ഒരു ഐസൊലേറ്റഡ് കുളമാണെങ്കിൽ അതിനകത്തൊരു നദി വന്ന് ചേരുകയോ അല്ലെങ്കിൽ മറ്റ് ജൈവവസ്തുക്കൾ കലങ്ങുകയോ ചെയ്താൽ പതിയെ 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 വെള്ളം മഞ്ഞപ്പെടുന്നു, ആൽഗകൾ വരുന്നു, അങ്ങനെ അതിൻ്റെ അടിപ്പത്തിൽ ആഴം കുറയുന്നു, ചെടികൾ വളർന്ന് ഒരു 1000 വർഷം കൊണ്ട് അതിനകത്ത് സക്സസ് നടന്നത് ഫലമായി മാറും. ഒരു പ്രശ്നം നമുക്ക് തന്നെ അറിയാം അല്ലേ. യൂട്രോഫിക്കേഷൻ മനസ്സിലായല്ലോ. വെള്ളത്തിലേക്ക് മല്ലവസ്തുക്കൾ കലങ്ങി അത് നൈട്രജൻ ഫോസ്ഫറസ് വർദ്ധിച്ചു. പതുക്കെ പതുക്കെ നാച്ചുറലായിട്ട് ഏജിങ് കൂടെ നശിച്ചു പോകുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ഇനി അതിന് 1000 വർഷം എടുക്കും. പക്ഷെ മനുഷ്യന് ഇടപെടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഫാസ്റ്റ്. മനുഷ്യൻ ഇടപെട്ട് കഴിഞ്ഞാൽ കുളം പെട്ടെന്ന് നശിക്കും. അറിയാം, നിങ്ങൾ ഈ അമ്പലക്കുളങ്ങളെ പോയി നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിലുള്ള പല കുളങ്ങളും നശിച്ചു പോയി അല്ലേ. കുളം മനുഷ്യൻ ഇടപെട്ടുന്നുണ്ട്. പണ്ട് മനുഷ്യൻ ഇല്ലാതെ ഒരു കുഴപ്പമില്ല ജീവിക്കുക, കിടക്കുമായിരുന്നു. മനുഷ്യൻ ഇടപെട്ടുകൂടി കൊണ്ട കുളം പെട്ടെന്ന് നശിക്കുന്ന പേരാണ് കൾച്ചറൽ അഥവാ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. By the involvement of human being, the eutrophication of a water body, and it will destroyed very speedily by the involvement of human being is called cultural or eutrophicated, cultural or accelerated eutrophication. ഞാൻ പറയുന്നു, in natural eutrophication it will take thousands of years, but by human activity it is radically accelerated. ഒരു ജലാശയം നശിച്ച് മാറിപ്പോകുന്ന പ്രക്രിയ യൂട്രോഫിക്കേഷൻ, അതിനെ നാച്ചുറലായിട്ട് 1000 വർഷം എടുക്കുമ്പോൾ മനുഷ്യൻ കൊണ്ട് വളരെ പെട്ടെന്ന് നടക്കുന്നത് കൾച്ചറൽ ഓർ ആക്സലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. ദ പ്രൈം കണ്ടാമിനന്റ് ഫോർ ദ വാട്ടർ ന്യൂട്രിയന്റ് ഈസ് നൈട്രജൻ ഫോസ്ഫറസ്. പരിശീലിക്കും യൂട്രോഫിക്കേഷന് വെള്ളത്തിൽ കലക്കേണ്ട പ്രധാനപ്പെട്ട ന്യൂട്രിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസുമാണ്. ഇനി ആൽഗകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ സമയത്ത് ആൽഗൽ സ്കം എന്ന് വെച്ചാൽ അറിയാമെന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് കട്ട പോലെ കിടക്കും.
മലിനമായ വെള്ളത്തിൽ കൊഴുകൊഴാന്ന് കിടക്കും. അതിനാണ് സ്കം എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ട് മറ്റേ മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയറിനകത്ത് ബാക്ടീരിയയുടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സ്കം പോലെ സാധനം ഉണ്ടാകുന്നു. ഡർട്ട് ഓൺ ദ വാട്ടർ സർഫസ് ആൻഡ് ഫൗൾ സ്മെൽ, ബന്ധം ഉണ്ടാകും, reducing DO and affect the aquatic life and polluted toxic to fishes and decomposing further depending on oxygen, finally death of the organism. വെള്ളം മലിനപ്പെട്ട ചത്തും തന്നെയാണ് പറയുന്നത്. ഇനിയുള്ളത് തെർമൽ പവർ പ്ലാന്റ് റിലീസസ് ഹോട്ട് വാട്ടർ ആൻഡ് ഇറ്റ് വിൽ എക്സ്ട്രീംലി, ഒരു ചൂടുവെള്ളം നിറഞ്ഞ ചൂടുവെള്ളം കൊണ്ട് തണുത്ത ജലം നിറഞ്ഞ കുളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മത്സ്യങ്ങൾ ചത്തുകയും അവിടെ ചൂടിനെ ഇഷ്ടപ്പെടുന്ന മത്സ്യം തിരിച്ചു വരികയും ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യമൊന്നുമില്ല. ഒരു സ്റ്റഡി ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് കേസ് സ്റ്റഡി, നമുക്കൊരു കേസ് സ്റ്റഡി പഠിക്കാം. വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു കേസ് സ്റ്റഡി. അതായത് കാലിഫോർണിയയിൽ ഒരു പട്ടണമാണ്, അതിന്റെ പേര് അർക്കാട്ട പട്ടണം, കാലിഫോർണിയ. അതായത് പെട്ടെന്ന് ഉണ്ടായ ഒരു പട്ടണമാണ് കാലിഫോർണിയയിൽ അർക്കാട്ട എന്ന പട്ടണം. അപ്പൊ എങ്ങനെയാണ് പട്ടണം ഉണ്ടാകുന്നത്? ഇപ്പൊ നിങ്ങളുടെ തോന്നയ്ക്കൽ എന്ന് പറഞ്ഞ പ്രദേശം ഒരു ഗ്രാമമാണ്. പെട്ടെന്നാണ് നിങ്ങളുടെ തോന്നയ്ക്കൽ പഞ്ചായത്താണ് സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ. സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ എന്ത് സർക്കാർ വരും, ഖനനം തുടങ്ങും. ഒരുപാട് വലിയ യന്ത്രങ്ങളിൽ ആൾക്കാർ വരും, അവർക്ക് താമസിക്കാൻ വീടുകൾ വേണ്ടി വരും. അപ്പോൾ വാഹനങ്ങൾ വരാൻ വേണ്ടി റോഡുകൾ കൊണ്ടുവേണ്ടി വരും, ഖനനം നടത്തുന്ന സാധനം കൊണ്ടുപോയി ട്രെയിൻ കൊണ്ടുവേണ്ടി വരും, ആൾക്കാർക്ക് താമസിക്കുന്നത് ക്വാർട്ടേഴ്സിൽ പണിയേണ്ടി വരും, അവിടെ തന്നെ ആശുപത്രി വേണ്ടി വരും, സ്കൂൾ വേണ്ടി വരും. ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്നത് കപ്പൽ കിടക്കുന്ന തുറമുഖ നഗരങ്ങളൊക്കെ ബോംബെയൊക്കെ അങ്ങനെയാണ് വികസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പട്ടണമായി മാറിയ സ്ഥലമാണ് അർക്കാട്ട എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലാറ്റുകളെല്ലാം തോന്നി. അപ്പൊ ഈ വേസ്റ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യും? അടുത്ത പ്രശ്നം, ഈ വേസ്റ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യും? അർക്കാട്ട പട്ടണം പെട്ടെന്ന് പട്ടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അവര് ഒരു കൺവെൻഷണൽ മെത്തേഡ് വഴി ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് സംയോജനം, ഫിസിക്കലും ബയോളജിക്കലും മെത്തേഡുകൾ ചേർത്താണ് അവർ ഇന്റഗ്രേറ്റഡ് മെത്തേഡ് പറയുന്നത്. കേസ് സ്റ്റഡി ഓഫ് ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. ഇറ്റ്സ് എ മിക്സഡ് മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ, ആൾസോ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ മെത്തേഡ്സ്. എന്ത് ചെയ്തറിയോ? ഇവർ ഈ വേസ്റ്റ് എല്ലാം ആദ്യം അരിച്ചിട്ട് അതിനകത്തുള്ള ഈ പ്ലാസ്റ്റിക്, കുപ്പി അങ്ങനെയുള്ളതെല്ലാം മാറ്റി ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം 10-60 ഏക്കറുള്ള ഒരു പ്രദേശം ഒഴിക്കുകയും വരുന്നൊരു പ്രദേശത്തേക്ക് ഒഴിക്കുകയും വേസ്റ്റുകളെല്ലാം അവിടെ ഒഴിക്കുകയും. ഒഴുക്കിയിടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമല്ല, വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഒഴുകിയ വെള്ളത്തിനകത്ത് വേസ്റ്റ് എല്ലാം കൂടെ. അപ്പം ഈ അരിച്ചു മാറ്റിയെല്ലാം ഫിസിക്കൽ മെത്തേഡാണല്ലോ. ഇപ്പൊ ഒഴുകി വിട്ടപ്പോൾ അതിനകത്ത് ബാക്ടീരിയ ഫംഗസ് വരെ വെള്ളത്തെ ശുദ്ധീകരിക്കും. നേരത്തെ പഠിച്ചല്ലോ, ശുദ്ധീകരിച്ചു വെള്ളം ഏകദേശം 1-2 കിലോമീറ്റർ അപ്പുറം നിർത്തി വെള്ളം കൊള്ളാൻ. അപ്പം സ്ഥലമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങളതിനെ വീട്ടിലുള്ള വേസ്റ്റ് വെള്ളം എന്തെങ്കിലും ഒഴിച്ചാൽ ജോലി ചെയ്യുന്നത് അതൊന്നും അരിച്ച് മാറ്റി വൃത്തിയാക്കി കണ്ടിരിക്കാൻ തിരിച്ചു ചെയ്യും. പക്ഷെ വൃത്തിയായിട്ടാണ് കിട്ടുന്നത്. അതേപോലെ ഈ വേസ്റ്റ് വെള്ളം എല്ലാം കൂടെ അരിച്ച് മാറ്റി ഫിസിക്കൽ മെത്തേഡ് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരു പരന്ന പ്രദേശത്തേക്ക് ഒഴുക്കി വിട്ടു. 60 ഏക്കറുള്ള പ്രദേശം ഒഴുക്കി. അപ്പൊ അത് പതിയെ അരിച്ചരിച്ച് അങ്ങോട്ട് പോകുന്ന വഴി ബാക്ടീരിയ ഒക്കെ പ്രവർത്തനം കൊണ്ട് അത് പ്യൂറായി പ്യൂറായി സ്വാഭാവിക ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഭാഗത്ത് വളരെ ചെടികളൊക്കെ വളരും. ചെടികൾ വളർന്നു നല്ല ഒരു 10 വർഷം കൊണ്ട് വലിയൊരു വനമായി മാറി. വനമായി മാറിയപ്പോഴത്തേക്ക് ആൾക്കാർ വരും. അവിടെ മൃഗങ്ങളൊക്കെ വന്നു വേട്ടയ്ക്ക് വന്നു. മൃഗങ്ങളെ പിടിക്കാൻ, വനം നശിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനെ പ്രൊട്ടക്ട് വേണ്ടിയുള്ള ആൾക്കാരെല്ലാം അവിടെ ചേർന്നിട്ട് ഒരു സിറ്റിസൺ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. അതിന്റെ പേരാണ് FOA. ചതുപ്പാണല്ലോ ഫ്രണ്ട്സ് ഓഫ് അർക്കാട്ട മാർഷ്. അതായത് അർക്കാട്ട ചതുപ്പിന്റെ കൂട്ടുകാർ എന്നാണ്. ഫ്രണ്ട്സ് ഓഫ് അർക്കാട്ട മാർഷ്. മാർഷ് എന്ന് വെച്ചാൽ ചതുപ്പ്, മാർഷ് MARS ഫോം നോക്കൂ. ഇറ്റ്സ് എ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ദി സെഡിമെന്റേഷൻ. The wastewater is filtered and it is allowed to flow on 16 acres of marshland with plants and bacteria, fungi, which is neutralized our water and purified the water. And as a result, there arose a forest with good amount of animals. Now people began to reach there for hunting, and now there is a friendly group of citizens called FOA was aroused, and they protected the area from intruders. അല്ലാതെ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചു അതെ പഠിച്ചോ ഉപയോഗിക്കും. അടുത്ത കേസ് സ്റ്റഡി ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻ കാലിഫോർണിയ അർക്കാട്ട പട്ടണം. ഇനി
ഇനി ഒരു ചോദ്യം കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിന് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നില്ല. കുടിക്കാൻ, പാത്രം കഴുകാൻ, തുണി കഴുകാൻ, വീട് കഴുകാൻ. എന്താണ് പുസ്തകം പറഞ്ഞാൽ അല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് കക്കൂസ് കഴിക്കാനാണ്. ഇത് ഫ്ലഷ് ദ എസ്ക്രീറ്റ, ടു ഫ്ലഷ് ഔട്ട് ദ എസ്ക്രീറ്റ. കക്കൂസിനകത്ത് ഇന്ത്യൻ ക്ലോസറ്റിനകത്ത് വെള്ളം ഒഴിച്ച് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? അതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്. 5 വീട്ടുകാരുണ്ടെങ്കിൽ 10 ബക്കറ്റ് വെള്ളം ഉപയോഗിക്കും. 1 ബക്കറ്റ് വെള്ളമാണ് നിങ്ങൾ പാചകത്തിന്, 2 ബക്കറ്റ് വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്നത്, 10 ബക്കറ്റ് വെള്ളം രാവിലെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ടു ഫ്ലഷ് ഔട്ട് ദ എസ്ക്രീറ്റ. ഇതാണ് ഏറ്റവും കൂടുതൽ വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നതാണ്. എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അങ്ങനെ വെള്ളം ഒഴിച്ച് വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സാധനം ഉണക്കിയെടുത്ത് വളമാക്കി ഉപയോഗിക്കണം എന്ന് പറയും. കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ് ഉണ്ടാക്കണം. ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്സ് എന്ന് വെച്ചാൽ കക്കൂസ് നമുക്ക് കളയാതെ പറമ്പ് പോയിട്ട് ഉണക്കിയെടുത്ത് ഡ്രൈ ആക്കി കമ്പോസ്റ്റ് ആക്കിയതിനു ശേഷം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ. അടിപൊളി. തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. കൊള്ളാം. നിങ്ങൾ ഈ കാഷ്ടമൊക്കെ കൊണ്ടുവന്ന് പറമ്പിലൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് പൊടിച്ച് അതിന് വളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് വളമാണ്. കൃത്യമായ വളവും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ ഇക്കോസ് ആൻഡ് ടോയ്ലറ്റുകളുണ്ട്. കേരളത്തിലും ശ്രീലങ്കയിലും ഉണ്ടെന്ന് പ്രസിദ്ധീകരിച്ചത്. നോർത്ത് ഇന്ത്യക്കാരുടെ പുസ്തകമാണ്, തമിഴ്നാടായിരിക്കും ഉദ്ദേശിച്ചത്. കേരളത്തിലും ശ്രീലങ്കയിലും ഒക്കെ ഇങ്ങനെയുള്ള ഇക്കോസ് ആൻഡ് ടോയ്ലറ്റുകൾ പറമ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ വെള്ളം ലാഭിക്കാന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ വീട്ടിൽ കക്കൂസ് ഉണ്ടാക്കി വെച്ച് രാവിലെ പോയി ബക്കറ്റ് ഉണ്ടെങ്കിൽ വെള്ളം അത് കമത്താൻ നേരം പറമ്പിൽ പോയി അത് ഉണക്കിയെടുത്ത് വളമായിട്ട് ഉപയോഗിക്കൂ. ആർട്ടിഫിഷ്യൽ വളമൊന്നും വേണ്ട. ഇങ്ങനെയുള്ള മെതേഡുകൾ ഉപയോഗിക്കുന്നവർ കേരളത്തിലെ ശ്രീലങ്കയിലെ പെണ്ണുങ്ങൾ കണ്ടു പഠിക്കുക എന്നാണ് ഡൽഹിയിലുള്ളവർക്ക് പറയുന്നത്. അവർ വരുമ്പോൾ കാണാം ഇവിടെ വളരെ ഒരു കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ ചെന്നതിനെ ഏകദേശം അങ്ങനെ കാണാം. ഇത്രയും പറയുന്നത് നിർത്താം. നമുക്ക് ഒരു 1-2 അടുത്ത ക്ലാസ് കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്